ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ, ജീവിതത്തിൽ പല വീഴ്ചകൾ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും അവസരം അതിശയമേ. അടുത്ത മകലയുമായിരുന്ന ഞങ്ങളുടെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ഈ മനോഹരമായ ദേശത്ത് നമ്മുടെ മെശിഹായുടെ മടങ്ങിവരവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ ഒന്നിച്ചു കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗം ഇങ്ങനൊരു അവസരം പ്രദാനം ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ കടന്നു വരാം എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന കർത്താവായ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉള്ളതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മീറ്റിംഗിന്റെ പ്രാരംഭം തുടങ്ങി തന്നെ പല നിലവാരത്തിൽ ദൈവ സാന്നിധ്യത്തെ നമ്മൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ടേയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം നാം കേൾക്കുകയുണ്ടായി. തുടർന്നും കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. 2-3 പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ കടന്നുവരാം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്ത പ്രകാരം ഉയർത്തുവന്ന യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകണം. ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ ഉണർത്തണം. തിരുവെഴുത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഒരു നാൾ മോശയോട് ദൈവം പറഞ്ഞു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. നാം അധികം ആളുകളൊന്നുമില്ല, ചുരുക്കം ആളുകൾ മാത്രമേ ഉള്ളെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യേ വ്യാപരിക്കുമ്പോൾ ആ സാന്നിധ്യം നമ്മുടെ ആത്മാവിലും നമ്മുടെ ശരീരത്തിലും ഒരുപോലെ സ്വസ്ഥത നൽകും. ഭക്തനായ ദാവീദ് ഒരിക്കൽ പാടി, യഹോവേ നിന്റെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ട്. സർവഭൂമിയുടെയും ആനന്ദമായ ആ സിയോന്റെ ആനന്ദം ദൈവ സാന്നിധ്യത്താൽ നമ്മുടെ മനസ്സിലുണ്ടാകും. മറ്റൊരു ഭാഗത്ത് ഒരു പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, യഹോവയുടെ സന്നിധിയിൽ പർവ്വതം മെഴുകുപോലെ ഉരുകിപ്പോകുന്നു. മറ്റൊരു ഭാഗത്ത് ഇനിയൊരു പ്രവാചകൻ പറയുന്നു, യഹോവയുടെ സന്നിധിയിൽ ദുഷ്ടൻ മൗനമായിരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. കഴിയുന്നിടത്തോളം തറയിലിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും മുഴങ്കാൽമേലിരുന്നാട്ട് നിങ്ങളുടെ ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ട്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. നമ്മൾ എന്തെങ്കിലും ചെയ്തു കൂട്ടി എന്നുള്ളതല്ല. കായീൻ യഹോവയുടെ സന്നിധി വിട്ട് നോബ് ദേശത്ത് ചെന്ന് പട്ടണം പണിതു എന്നെഴുതിയിരിക്കുന്നു. ദൈവ സാന്നിധ്യത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ശാപയോഗ്യനായ കായീനെ പോലൊരുവനല്ല നാം. കുഞ്ഞാടിന്റെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. കഴിയുന്നിടത്തോളം എല്ലാവരും ഒന്ന് മുഴങ്കാൽമേലിരുന്നാട്ട് അല്പസമയം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. ആരും അതരമടച്ച് മൗനമായിരിക്കരുത്. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടാകട്ടെ. ആ സാന്നിധ്യം നിന്റെ ജീവിതത്തിന് ഒരു സ്വസ്ഥത തരട്ടെ. ആ സാന്നിധ്യം നിന്റെ മനസ്സിന് ഒരു ആനന്ദം നൽകട്ടെ. ആ സാന്നിധ്യത്താൽ പ്രതിയോഗിയായവൻ നിന്റെ മുൻപാകെ മെഴുകുപോലെ ഉരുകി സമഭൂമിയായി തീരട്ടെ. രാപ്പകൽ നിന്റെ പ്രാണനെ കുറ്റം വിധിക്കുന്ന ദുഷ്ടനായ സാത്താൻ ദൈവ സാന്നിധ്യത്താൽ അവന്റെ അതരമടയട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നാട്ട്. ദൈവ സാന്നിധ്യം നമ്മുടെ മധ്യേ ഉണ്ടാകട്ടെ. കർത്താവ് ഉയർത്തുവന്ന യേശു നമ്മുടെ മധ്യേ വരേണം. ദൂതന്മാരുടെ സാന്നിധ്യം നമ്മൾ ആത്മാവിൽ അനുഭവിച്ചറിയണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. ഈ ദേശത്തിന്റെ അധിപതി നമുക്ക് നേരെ ശക്തിയായി പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അന്ധകാരത്തിന്റെ ശക്തികൾ അഴിഞ്ഞു പോകട്ടെ. ദൈവ സാന്നിധ്യത്തില് യഥാർത്ഥമായൊരു സ്വസ്ഥത ഉണ്ടാകട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. Hallelujah, 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 hallelujah. Oh, praise the Lord, 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 praise the Lord. Hallelujah, praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. രക്തം കൊണ്ടു മുദ്രയിട പെട്ട ജനം ഒന്നിച്ചു. രക്തം കൊണ്ടു മുദ്രയിട പെട്ട ജനം ഒന്നിച്ചു. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. ആമേൻ. കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ഓ രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട
ജനം ഒന്നിച്ചു രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ചു കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. അമ്മേ കാഹളങ്ങളൂതിടുമ്പോൾ ഭൂതലം വിറയ്ക്കും. അമ്മേ തകർക്കുന്ന രാജരാജ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ഓ തകർക്കുന്ന രാജരാജൻ യേശുവിന്റെ നാമത്തില തകർക്കുന്ന രാജരാജൻ യേശുവിന്റെ നാമത്തില നായകനായുള്ളതിനാൽ യേശുവിന്റെ നാമത്തില നായകനായുള്ളതിനാൽ ജയം യേശുവിന്റെ നാമത്തില രാജരാജൻ സൈന്യത്തിന്റെ മുൻപില നായകനായുള്ളതിനാൽ നായകനായുള്ളതിനാൽ ജയം ജയം നിശ്ചയം. രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശത്രുക്കൾ നാം ഒന്നാകവേ ചെങ്കാടലിൽ മുങ്ങിപ്പോയി. ശത്രുക്കൾ നാം ഒന്നാകവേ ചെങ്കാടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ശത്രുക്കൾ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുക്കൾ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ശത്രുക്കൾ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. ശത്രുക്കൾ ഒന്നാകവേ ചെങ്കടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ ഫലിക്കയില്ലിനിമേൽ. ശത്രുക്കൾ യേശുവിന്റെ നാമത്തില് നീതിയുള്ള ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഒരു നാൾ കൂടെ ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. ഞങ്ങൾ ബലഹീനരെങ്കിലും അങ്ങ് ശക്തനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ അവിശ്വസ്തരെങ്കിലും അങ്ങ് വിശ്വസ്തനാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പാതാളവാതിലോളം താണുപോയെങ്കിലും സിയോനിൽ യേശു രാജാവാണെന്ന് ഞങ്ങൾക്കറിയാം. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ദൈവമാണ് തീർക്കുന്നത്. ബലവാന്മാരായ ദൂതന്മാരെ ഞങ്ങളുടെ മധ്യ അയക്കണമേ കർത്താവേ. ദേശത്തിന്റെ അധിപതിയായ സാത്താനെ, പാതാളത്തെയും മരണത്തെയും ജയിച്ചു വന്ന നസ്രേനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. കർത്താവേ, നിന്റെ നീതി ഹേതുവായി, നിന്റെ കരുണ ഹേതുവായി അവിടുത്തെ ബലമുള്ള ഭുജം നീട്ടണമേ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തെ ഉണർത്തട്ടെ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മനസ്സിന് ആനന്ദം പകരട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ദുഷ്ടൻ മെഴുകുപോലെ ഉരുകട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ പ്രതിയോഗിയുടെ ആദരം അടഞ്ഞു പോകട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ യാചിക്കുന്നു. നീതിയുള്ള പരിശുദ്ധ പിതാവേ, അങ്ങേ അവിടുന്ന് അങ്ങനെ ചെയ്താട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാലെ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ കർത്തൃസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗമരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ മെസ്സിഹായുടെ മടങ്ങിവരുവിന് മുൻപ് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ കടന്നുവരുവാൻ സ്വർഗം ഇങ്ങനെ വിലപ്പെട്ട ഒരവസരം നമുക്ക് പ്രദാനം ചെയ്തല്ലോ. സംഭവബഹുലമായ
ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആഗോളവ്യാപകമായി മനുഷ്യർ പലവിധമായ പ്രതിസന്ധിയിൽ പെട്ടിട്ട് ഒരു വലിയ നാശത്തിലേക്ക് മനുഷ്യൻ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആളിക്കത്തുന്ന ഒരു വീടിനുള്ളിലിരുന്ന് ഞാൻ സുരക്ഷിതനെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പ്രാന്തന്റെ ഗതിയാണ് ഇന്ന് ലോകത്തിന്റെ ഗതി. ആഗോളവ്യാപകമായി എവിടേക്ക് നോക്കിയാലും മനുഷ്യൻ വലിയൊരു ഭയത്തിന്റെ കെണിയിൽ പെട്ടിരിക്കുകയാണ്. ഓരോ ദിനവും നമ്മുടെ പക്കൽ ലഭിക്കുന്ന വാർത്താ മാധ്യമങ്ങളുടെ ആഴങ്ങൾ നോക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് ഞെട്ടിവിറയ്ക്കുന്നു. ഇതൊന്നും യാദൃശ്യമല്ല ദൈവമക്കളെ. പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളതും നമ്മളുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിട്ടുള്ളതുമായ വാക്കുകൾ നിവർത്തിക്കപ്പെട്ട് നാം ഒരു വീണ്ടെടുപ്പിന്റെ അന്ത്യനാളുകളിലേക്ക് എത്തുകയാണ്. ഹരിമനാഥൻ ഈ ലോകത്തിലേക്ക് വന്ന് തന്റെ സകല ദൗത്യങ്ങളെയും തികച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപ് ശിക്ഷഗണത്തിൽ ആരോ ഒരുവൻ ചോദിച്ചു, ഗുരോ, നിന്റെ വരവിനും ഈ ലോകത്തിന്റെ അവസാനത്തിനും എന്തായിരിക്കും അടയാളം? വാഴ്ത്തപ്പെട്ട മശിഹ ഹരിമശിഷ്യന്റെ ചോദ്യം കേട്ടപ്പോൾ ശാന്തമായി ഇരുന്ന് പറഞ്ഞുകൊടുത്തു, ലോകാവസാനത്തിനും തന്റെ വരവിനും ഉള്ള അടയാളം ജാതി ജാതിയോട് എതിർക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, വലിയ ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും, വലിയ കൊടിയ തിരമാലകൾ അടിക്കും, ദുർഘടങ്ങളുടെ സമയമുണ്ടാകും. പിൽക്കാല സ്ലീഹന്മാരും തങ്ങളുടെ ലേഖനങ്ങളിലൊക്കെയും ലോകാവസാനത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആകയാൽ നാം ഒരു അവസാന നാളുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ലോകത്തിൽ എവിടേക്ക് നിങ്ങൾ കണ്ണോടിച്ചു നോക്കിയാലും ഒരു വലിയ ഒരുക്കം നടന്നുകൊണ്ടേയിരിക്കുന്നു. തകർന്നുടഞ്ഞ സാമ്രാജ്യം വീണ്ടും ഭൂമിയിൽ മടങ്ങി വന്ന് ഭൂമി അടക്കി വാഴേണ്ടതിന് അണിയറയിൽ ഏതോ ഒരു വലിയ ഭരണകൂടം അതിനായി ഒരു നേതാവിനെ നിയോഗിച്ച് ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യനെ ഏകീകരിച്ച് ഒരേ കീഴിൽ കൊണ്ടുവരുവാൻ, ഒരേ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ ശാസ്ത്രം വളരെ കഠിനാധ്വാനം ചെയ്ത് ഏറിയ നാളുകൾക്ക് മുൻപ് തന്നെ മൈക്രോ ചിപ്പ് കണ്ടെത്തി മനുഷ്യന്റെ കൈമേലോ നെറ്റിമേലോ കുത്തി മനുഷ്യനെ സാത്താന്റെ അധീനതയിൽ കൊണ്ടുവരുവാനുള്ള ശാസ്ത്രീയ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുകയാണ്. സമാധാനം സമാധാനമെന്ന് ലോകം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് ലോകത്തെ 156 പ്രാവശ്യത്തോളം ചുട്ടരിപ്പാൻ ശേഷിയുള്ള ആറ്റമിക് ബോംബുകളും ഹൈഡ്രജൻ ബോംബുകളും ഒക്കെ കണ്ടുപിടിച്ച് യുദ്ധകൊതിയന്മാരായ ഭരണകർത്താക്കന്മാർ തങ്ങളുടെ ആയുധപുരകളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്വരാജ്യം നഷ്ടപ്പെട്ട് തെരുവുനായെ പോലെ തെണ്ടി അലഞ്ഞ യഹൂദൻ സ്വരാജ്യത്തിലേക്ക് വരികയും നഷ്ടപ്പെട്ടുപോയ തങ്ങളുടെ ആലയം പുതുക്കി പണിയേണ്ടതിന് ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരു സംഘടന രൂപീകരിച്ച് ആലയത്തിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലുപരിയായി മശിഹായുടെ മടങ്ങിവരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്റെ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭ ഭൂമിയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഏത് തുറകളിലേക്കും കണ്ണോടിച്ചു നോക്കിയാലും പ്രവചനം ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവിക പദ്ധതിയുടെ ആഴങ്ങളെ മനോഹര രൂപമായി വരച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ നിങ്ങൾ പഠിച്ചാല് ഇതിലേറെക്കുറെ 1000-ഓളം പ്രവചനങ്ങളെയാണ് പ്രവാചകന്മാർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുൻപ് നടന്നിട്ടുള്ളത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഭാവിയിൽ നടക്കാൻ പോകുന്നത്. നമ്മളൊരു അവസാന നിമിഷത്തിലേക്ക് വന്നെത്തി ദൈവമക്കളെ. മശിഹായുടെ മടങ്ങിവരവ് ഏറ്റവും അധികം അടുത്തുപോയി. കഴിഞ്ഞ കാലങ്ങൾ പഠിച്ചാൽ 2000-ഓളം വർഷമായി ക്രൈസ്തവന്റെ കാതുകളിൽ കേട്ട ഏറ്റവും ശബ്ദം, അല്ലെങ്കിൽ ഏറ്റവും അധികം പ്രാവശ്യം കേട്ട ശബ്ദം മശിഹായുടെ മടങ്ങിവരവാണ്. മടങ്ങിവരുമെന്ന് ആ പൂർവകാല പിതാക്കന്മാരായ സ്ലീഹന്മാരൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. മശിഹായുടെ മടങ്ങിവരവിന് എന്താണ് താമസം? ഈ ചോദ്യം ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് നിർദ്ദേശമായി പറയുന്നത്. ഒന്ന്, പരിശുദ്ധ പിതാവിന്റെ അനുമതി ലഭിക്കണം. അത് പിതാവ് മാത്രം അറിയുന്ന നാഴികയാണ്. രണ്ടാമത്, സുവിശേഷത്താൽ ജാതികളുടെ പൂർണ്ണസംഖ്യ ഭൂമിയിൽ ചേരണം. 3, പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ ലോകത്തിൽ നിവർത്തിക്കപ്പെടണം. 4, അനന്തനിത്യതയിൽ പരിശുദ്ധ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കായി ഒരു നിത്യനിവാസം ഒരുക്കപ്പെടണം. ഇങ്ങനെ ഈ 4 കാര്യങ്ങളുടെ നിവർത്തിയുടെ പൂർത്തീകരണത്തിലാണ് മശിഹ കാഹളധ്വനിയോടെ മടങ്ങി വരുന്നത്. ഇതിൽ 3 കാര്യങ്ങളുടെ ആഴം കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമല്ല. പിതാവ് എപ്പോൾ തന്റെ പുത്രന് അനുമതി കൊടുക്കുമെന്നുള്ളത് അറിഞ്ഞുകൂടാ.
നിത്യതയിലെ നിവാസങ്ങളുടെ വേല എത്രമാത്രം തികഞ്ഞു എന്നുള്ളതും നമുക്കറിയാൻ സാധ്യമല്ല. സുവിശേഷത്താൽ രക്ഷിക്കപ്പെടുവാനുള്ള ജാതികളുടെ പൂർണ്ണസംഖ്യയിൽ എത്രമാത്രം തികഞ്ഞു, ഇനി എത്രമാത്രം ശേഷിക്കുന്നു എന്നുള്ളതും നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവമക്കളെ, ഒരു നഗ്നസത്യം അറിഞ്ഞുകൊണ്ടാട്ട് വിശുദ്ധ ബൈബിളിൽ ലോകാരംഭം തുടങ്ങി പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ഏറെക്കുറെ 96% പ്രവചനം കഴിഞ്ഞ കാലത്ത് നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട പ്രവചനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ പൂർത്തീകരണത്തിൽ നമ്മുടെ മശിഹാ തമ്പുരാൻ മടങ്ങി വരും. ആകയാൽ ഇതൊക്കെയും കാണുമ്പോൾ ആകാംക്ഷയോടെ തല ഉയർത്തി രക്ഷകന്റെ ആഗമനത്തെ നമുക്ക് പ്രതീക്ഷിക്കാം. കർത്തൃസന്നിധിയിലാഗതരായ നിങ്ങളെല്ലാവരെയും കരുണാസമ്പന്നനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ വിശുദ്ധന്മാരോടുകൂടെ പങ്കു ഓഹരിയും തന്ന ദൈവം അനന്ത നിത്യതയുടെ കവാടം തുറക്കുന്ന മനോഹര ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് ദൈവത്തെ നോക്കിക്കൊണ്ട് യാചിക്കുന്ന ഒരു യാചനയുടെ ശബ്ദമായിരുന്നു. എന്റെ പ്രാണൻ ഏറ്റവും തളരുമ്പോൾ, ദൈവമേ, ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ നോക്കി നിലവിളിക്കുകയാണ്. നീ എന്നെ ആ ശാശ്വതമായ പാറയിലേക്കൊന്ന് കൊണ്ടുപോകണമേ. കഴിഞ്ഞ രാത്രിയിൽ ആ തിരുവെഴുത്തിന്റെ ആഴവും അതിന്റെ ചരിത്ര പശ്ചാത്തലവും നാം ചിന്തിച്ചല്ലോ. ഇന്നേക്ക് ഏറെക്കുറെ 2950 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ രാജാക്കന്മാരിൽ ശ്രേഷ്ഠനായ ദാവീദ് രാജാവ് തന്റെ സങ്കീർത്തന വരികളിൽ എഴുതി ചേർത്ത തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരുന്നു നമ്മുടെ ചിന്താവിഷയം. യഹോവയായ യാഗിൽ സ്ഥിരപ്പെട്ടൊരു പാറയുണ്ട്, ആ പാറയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണമെന്ന് ദേവദാരു കൊണ്ടുള്ള അരമനയിൽ പാർക്കുന്ന ദാവീദ് മനോവേദനയോടെ കരയുന്ന കാര്യം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചു. ആരാണ് ഈ ശാശ്വത പാറയെന്നും ആ പാറയിൽ ഒരുവൻ ഓടിയെത്തിയാൽ അവൻ എന്ത് ലഭിക്കുമെന്നും ആ പാറ എത്രമാത്രം ഉന്നതമാണെന്നും കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചിരുന്നു. ഈ പാറയെ ദാവീദ് രക്ഷയുടെ പാറ എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ പാറയെ നോക്കിക്കൊണ്ട് പൗലോസ്ലീഹ പറയുന്നത് മരുഭൂമിയിൽ ദാഹം തീർത്ത പാറ എന്നാണ്. മോശെ ഈ പാറയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് തേനും എണ്ണയും നൽകിയ പാറ എന്നാണ്. ഭക്തനായ ശലോമോൻ ഈ പാറയെ കണ്ടിട്ട് പറഞ്ഞു, കുറുപ്രാവിന്റെ വിശ്രാമ സ്ഥലമാണെന്ന്. വാഴ്ത്തപ്പെട്ട മശിഹാ ഭൂമിയിൽ ഇരിക്കുമ്പോൾ മശിഹാ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞു, പാതാളവാതിക്കൽ സാത്താൻ മെനഞ്ഞെടുക്കുന്ന ഒരു തന്ത്രവും ഫലിക്കാത്ത വണ്ണം ഉറപ്പുള്ള ഒരു പാറയാണ് ഈ യേശു എന്ന പാറ. ഇതായിരുന്നല്ലോ കഴിഞ്ഞ രാത്രിയിൽ നമുക്ക് ചിന്തിച്ചത്. ഇന്ന് രാത്രി ദാവീദിന്റെ മറ്റൊരു വാക്ക് നമുക്ക് ചിന്തിക്കാം. അടുത്തതായി ദാവീദ് പറയുന്നത്, കർത്താവേ, തിരുനാമ നിമിത്തം എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ. കഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചത്, ആ പാറയിലേക്ക് എന്നെ ഒന്ന് നടത്തിക്കൊണ്ടുപോകണമേ. ആ പാറ കർത്താവായ യേശുവാണ്. കോടിക്കണക്കിന് മനുഷ്യൻ ജീവിതത്തിന്റെ ലക്ഷ്യം നഷ്ടപ്പെട്ടവരായി എന്തിന് ഭൂമിയിൽ ജനിച്ചു, എന്തിനായി ഭൂമിയിൽ ജീവിക്കുന്നു, ഈ ജീവിതത്തിനപ്പുറം തങ്ങളുടെ നിത്യത എവിടെയെന്ന് കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നമ്മെ കയറ്റി ഉറപ്പുള്ള പാറമേൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരപ്പെടുത്തി നമ്മുടെ വായിൽ അവനെ സ്തുതിപ്പാൻ അതരം തുറന്നു തന്ന കരുണയുള്ള കർത്താവിന്റെ നന്മയിൽ നന്ദിയുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ദൈവവചനത്തിലേക്ക് കൊണ്ടുവരാം. 23-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം ദയവായി വായിച്ചാൽ. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതി പാതകളിൽ നടത്തുന്നു. തിരുനാമ നിമിത്തം നീതിയുടെ പാതകളിൽ നീ എന്നെ നടത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ഭാഗമാണ് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കേണ്ടത്. 139-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ അവിടെ ഭക്തൻ വീണ്ടും പറയുകയാണ്, എന്റെ പൊന്നു തമ്പുരാനെ, നീ എന്നെ ശാശ്വത മാർഗത്തിലേക്ക് നടത്തണമേ. 3 വാക്കുകളാണ് നമ്മുടെ പഠന വിഷയം. ഒന്ന്, ശാശ്വതമായ പാറയിൽ നീ എന്നെ നടത്തണം. അത് കർത്താവായ യേശുവാണ്. ദാവീദ് ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഹൃദയവേദനയോടെ യാചനയോടെ ഈ വാക്ക് ഉച്ചരിക്കുന്നെങ്കിലും ഇത് ദാവീദിന്റെ വാക്ക് മാത്രമല്ല, ആഗോള വ്യാപകമായ സകല മാനവരാശിയുടെയും വാക്കാണ്. പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയപ്പോൾ തന്നെ മനുഷ്യന്റെ മനസ്സിൽ സാത്താൻ ദൈവത്തിന്റെ ഒരു വികൃത രൂപം വരച്ചു കൊടുത്തു. സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവമെന്നുള്ള ആ നിത്യസത്യത്തിനെതിരായി പിശാച് ദൈവത്തിന്റെ ഒരു വികൃത രൂപമാണ് മനുഷ്യ മനസ്സിൽ വരച്ചത്.
ദൈവം ഒരു സ്വേച്ഛാധിപതിയാണ്. ദൈവം എല്ലായ്പ്പോഴും അവൻ അടിമകളായിരിക്കാൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വേദനയ്ക്കും ദുഃഖത്തിനും രോഗത്തിനും എല്ലാം പിന്നിൽ ദൈവം മാത്രമാണ്. വഞ്ചകനായ സാത്താൻ മനുഷ്യ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിട്ട് ആ ദൈവത്തിന്റെ വികൃത രൂപം വരയ്ക്കുമ്പോൾ ദൈവം സ്വാർത്ഥരഹിതമായ സ്നേഹമാണെന്നും ദൈവം ഒരു നല്ല പിതാവാണെന്നും ആ പിതാവിന്റെ ഭവനത്തിൽ മനോഹരമായൊരു വീടുണ്ടെന്നും അല്ലെ സ്വർഗത്തിൽ മനോഹരമായൊരു ഭവനമുണ്ടെന്നും നാം എല്ലാവരും ആ ഭവനക്കാരാണെന്നും സ്വർഗീയ പിതാവ് സൽഗുണപൂർണനാണെന്നൊക്കെ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ പറഞ്ഞു. പാപത്തോടുകൂടെ ദൈവത്തെ വിട്ടു അകന്നുപോയ മനുഷ്യന്റെ മനസ്സിലെ ആഗ്രഹമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ വിട്ടുപോയപ്പോൾ മനുഷ്യന് നഷ്ടപ്പെട്ടുപോയ 3 കാര്യങ്ങളായിരുന്നു. അതിലൊന്ന് അവന്റെ ഹൃദയത്തിൽ വാണിരുന്ന നിത്യസമാധാനം. 2 പാപം നിറഞ്ഞ ലോകത്തിൽ നീതിയോടുള്ള ജീവിതം. 3 മരണത്തിരശ്ശിയിലേക്ക് അപ്പുറമെത്തുന്ന ജീവന്റെ പ്രത്യാശ. ഇത് 3 സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ അല്ലെ പാപത്തോടുകൂടെ തന്നെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ദൈവം എടുത്തു മാറ്റി. ഈ 3 കാര്യം മനുഷ്യൻ എന്ന് ദൈവത്തിങ്കൽ മടങ്ങി വരുമോ അന്ന് മാത്രമേ മനുഷ്യന് തിരികെ കിട്ടത്തുള്ളൂ. ദൈവമക്കളെ, സമാധാനം ഈ ലോകത്തിലെ മുഴു സമ്പത്തും കൂടെ എഴുതി നമ്മുടെ പേരിൽ തന്നാൽ നമുക്ക് സമാധാനം ലഭിക്കുമോ? ഈ മുഴു ലോകത്തിന്റെ ആധിപത്യം നിങ്ങളുടെ മക്കൾ തന്നാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുമോ? ഉന്നതമായൊരു കലാലയ വിദ്യ നേടിയാൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമോ? ഇല്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. മുഴു ലോകത്തിന്റെ ആധിപത്യം കിട്ടിയാൽ മനുഷ്യന് സമാധാനവും നീതിയും പ്രത്യാശയും ലഭിക്കുമെന്നുണ്ടായിരുന്നെങ്കിൽ മഹാനായ അലക്സാണ്ടർ മരണത്തിന്റെ മുമ്പിൽ ഭയപ്പെട്ട് വിറയ്ക്കേണ്ടി വരികയില്ലായിരുന്നു. ജനിക സന്തോഷങ്ങളും ഭൗമിക നന്മകളും ഒരു മനുഷ്യന്റെ ആത്മാവിന് സമാധാനവും പ്രത്യാശയും നീതിയും കൊടുക്കുമെന്നുണ്ടെങ്കിൽ ശലോമോൻ അന്ത്യനാളുകളിൽ നിരാശപ്പെട്ട് അയ്യോ ഹാ മായ 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 എന്ന് പറഞ്ഞു മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ലോകം മുഴുവൻ ലോകത്തിലെ ഏറ്റവും ഉയർന്ന അറിവുകൾ ലഭിച്ചാൽ മനുഷ്യന് സമാധാനമുള്ള ഹൃദയവും നീതിയുള്ള ജീവിതവും പ്രത്യാശയുള്ള ആത്മാവ് ലഭിക്കുമെങ്കിൽ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തത്വജ്ഞാനിയായ സോക്രട്ടീസ് തികച്ചും നിരാശയോടെ ഒടുവിൽ രാജ്യ നിയമങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി വിഷം കഴിച്ച് തനിക്ക് വിധിച്ച വധശിക്ഷയുടെ മുൻപിൽ നിരാശയോടെ മരിക്കേണ്ടി വരികയില്ലായിരുന്നു. ഒരു നാൾ തന്റെ ശിക്ഷഗണത്തിൽ ഒരുവനായ പ്ലേറ്റോ തന്നോട് ചോദിച്ചു, ഗുരു, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യൻ ആരായിരിക്കും? ഉടനെ ഈ സോക്രട്ടീസ് കൊനിഞ്ഞിരുന്നു. അപ്പോൾ തന്റെ ശിഷ്യൻ ചിന്തിച്ചത് ലോകത്തിൽ ഏതോ ഒരു വലിയ മഹാന്റെ പേര് എന്റെ ഗുരു ഓർക്കുകയാണെന്ന്. അല്പം കഴിഞ്ഞപ്പോൾ സോക്രട്ടീസ് തല ഉയർത്തിയിട്ട് ശിഷ്യ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ ക്ഷണഭങ്കുരമായ ജീവിതത്തിനപ്പുറം മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ട ഒരു ആത്മാവ് അവനുണ്ട്. ഈ ജീവിതത്തിനപ്പുറം അവന്റെ ആത്മാവിന് സുരക്ഷിതമായ ഒരു ഇരിപ്പിടം കണ്ടെത്താൻ ആരെക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. ലോകം വെട്ടിപ്പിടിച്ച മഹാനായ അലക്സാണ്ടർ അല്ല മഹാൻ. ചന്ദ്രനിൽ കാലുകുത്തിയ ശാസ്ത്രജ്ഞന്മാരല്ല മഹാൻ. കമ്മ്യൂണിസ്റ്റ് എഴുതിയുണ്ടാക്കിയ ക്യാരൽ മാർക്സ് അല്ല മഹാൻ. ഭൂമിയുടെ ഗുരുത്വാകർഷണം കണ്ടെത്തിയ ഐസക് അല്ല മഹാൻ. ആറ്റമിക് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ല മഹാൻ. ക്ഷണഭങ്കുരമായ ജീവിതത്തിനപ്പുറം മരണത്തിരശ്ശിയിലേക്കപ്പുറം മുഴു ലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവിന് സുരക്ഷിതമായ ഒരു ഇരിപ്പിടം കണ്ടെത്തുവാൻ കഴിഞ്ഞവൻ ആരുമായിക്കൊള്ളട്ടെ. അവൻ ആര്യനോ ദ്രാവിഡനോ സമ്പന്നനോ ദരിദ്രനോ കറുത്തവനോ വെളുത്തവനോ ആരുമായിക്കൊള്ളട്ടെ, അവനാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ. ഈ മഹാഭാഗ്യം ലഭിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ദൈവമക്കളെ, ഇപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തോട് രണ്ടാമതൊരു കാര്യം അപേക്ഷിച്ചു. മറ്റൊന്നുമല്ല, കർത്താവേ, നീ എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ. നീതിയുടെ പാതയിൽ നടക്കുവാൻ ദാവീദ് വളരെയധികം ആഗ്രഹിച്ചു. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത്, നീതിയുടെ പാതയിൽ ഒരു മനുഷ്യന് നടക്കാൻ ഒക്കുമോ? നീതി എങ്ങനെ നേടിയെടുക്കാം? നമ്മൾ ഈ ശാസ്ത്രമൊക്കെ ഒത്തിരി പുരോഗമിച്ചെങ്കിലും മനുഷ്യന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റിയ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല ദൈവമക്കളെ. ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ ദൈവത്തെ വിട്ടപ്പോൾ തന്നെ സമാധാനമുള്ള ഹൃദയം പോയി. യേശുവിൽ എന്ന് ഒരുത്തൻ തിരികെ വരുന്നുവോ
അന്ന് സമാധാനമുള്ള ഒരു ഹൃദയം കിട്ടും. യേശുവിൽ എന്ന് അവൻ തിരികെ വരുന്നുവോ അന്ന് തുടങ്ങി അവന്റെ കാലടികൾ നീതിയിൽ നടക്കും. യേശുവിൽ എന്ന് അവൻ തിരികെ വരുന്നുവോ അന്ന് തുടങ്ങി അവന്റെ ആത്മാവിന് ഒരു വിശ്രാമം ലഭിക്കും. ഭൗമികമായി നമ്മൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വസ്ത്രം വേണം, നമുക്ക് ഭക്ഷണം വേണം, നമുക്ക് പാർപ്പിടം വേണം. ഇതെല്ലാം നമ്മുടെ ആവശ്യമായിരിക്കും പോലെ നമ്മുടെ അകത്തെ മനുഷ്യനായ ആത്മാവിന് ഭൗമ്യമായ വസ്ത്രമോ ഭൗമ്യമായ ഭക്ഷണമോ ഭൗമ്യമായ പാർപ്പിടമോ വേണ്ട. പകരം നമ്മുടെ ആത്മാവിന് സമാധാനം വേണം, നമ്മുടെ ആത്മാവിന് നീതി വേണം, നമ്മുടെ ആത്മാവിന് പ്രത്യാശ വേണം. കാരണം മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുമ്പോൾ മനുഷ്യൻ ദൈവത്തെ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒന്നുമില്ല ആയ്മയിൽ നിന്നെല്ലാം ഉണ്ടാക്കിയ ദൈവം തമ്പുരാനെ, നീ ഭൂമിയിലെ പൂഴി വാരി നിന്റെ കരങ്ങളാൽ മനോഹര രൂപിയായി എന്നെ സൃഷ്ടിച്ച് എന്റെ മൂക്കിൽ ജീവശ്വാസമൂതി നിന്റെ പറുദീസയ്ക്ക് അവകാശിയാക്കി എനിക്ക് നീ തക്കതായി തന്ന തുണനിമിത്തം ഇങ്ങനെ ഭവിച്ചോ എന്ന മനോഭാവത്തോടെ നോക്കി ദൈവം സ്വർഗത്തിലേക്കും മനുഷ്യൻ പാപലോകത്തിലേക്കും പോകുകയാണ്. ദൈവം തന്റെ നീതി കൊണ്ടും തന്റെ കരുണ കൊണ്ടും തന്റെ വിശ്വസ്തത കൊണ്ടും ഏദൻ വിട്ടുപോകുന്ന മനുഷ്യന് 4 കാര്യങ്ങൾ കൊടുത്തു. അതിലൊന്ന് തോലുകൊണ്ടുള്ള ഉടുപ്പാണ്. കാലസമ്പൂർണതയിൽ മാനകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അറുക്കപ്പെടാൻ സ്വർഗം നിയോഗിച്ച മശിഹായുടെ കാൽവറി മരണത്തെ കണ്ടുകൊണ്ട് നീതിയുള്ള പരിശുദ്ധ പിതാവ് തോലുകൊണ്ട് ആദാമിനും അവന്റെ ഭാര്യയ്ക്കും ഉടുപ്പുണ്ടാക്കി കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമതായി ഏദൻ വിട്ടുപോകുന്ന ദൈവം തിരിഞ്ഞു നോക്കിയിട്ട് ആദാമിനോട് പറഞ്ഞു, ആദാമേ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. മനുഷ്യനെ വഞ്ചിച്ച പിശാചിന്റെ കെണികളെ തകർക്കുവാൻ സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ലോകത്തിൽ വരും. മൂന്നാമതായി പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും ഇടനാഴികയിൽ തപ്പിത്തടഞ്ഞ് ഇവൻ നരകയോഗ്യനാകുമെന്ന് കണ്ടപ്പോൾ ദൈവം അവന്റെ മനസ്സിൽ ഒരു വിളക്ക് കത്തിച്ചു കൊടുത്തു. പേര് മനസാക്ഷി. മനസാക്ഷി എന്നൊരു ചെറിയ വിളക്ക് മനുഷ്യ മനസ്സിൽ ദൈവം കത്തിച്ചു കൊടുത്തു. സുബോധവും സ്ഥിരബുദ്ധിയുമുള്ള തിരിച്ചറിയുമുള്ള ഏതു മനുഷ്യനും മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ട്. വലിയവനായാലും ചെറിയവനായാലും ധനവാനായാലും ദരിദ്രനായാലും യൂറോപ്പിൽ താമസിക്കുന്നവനായാലും ആമസോൺ നദീതീരത്ത് പാർക്കുന്ന പ്രാകൃതനായാലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ വിളക്കുണ്ട്. പേര് മനസാക്ഷി എന്നാണ്. ശലോമോൻ അതിന് ദീപമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസാക്ഷിയുടെ ഒരു വിളക്കുണ്ട്. ആ മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നാൽ നിങ്ങൾക്ക് നീതിയുള്ള നിങ്ങളുടെ ദൈവത്തെയും അവന്റെ നീതിയുള്ള സിംഹാസനത്തെയും നീതിമാന്മാരുടെ പർദീസകളെയും ദുഷ്ടന്മാരുടെ യാതന സ്ഥലത്തെയും കാണാം. അത് ഇസ്ലാമികനായാലും ക്രൈസ്തവനായാലും ബുദ്ധമത വിശ്വാസിയായാലും ഹൈന്ദവനായാലും ശരി, മനസാക്ഷിയുടെ അരണ്ട വെളിച്ചത്തിൽ നിന്നാൽ സൃഷ്ടാവായ ദൈവത്തെയും അവന്റെ നീതിയുള്ള വിധിയെയും വിധിക്കപ്പുറം നീതിമാന്മാരുടെ പർദീസകളെയും ദുഷ്ടന്മാരുടെ യാതന സ്ഥലത്തെയും കാണാം. മനസാക്ഷിയെ ദൈവം കൊളുത്തിക്കൊടുത്തു. ഈ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ നീ എന്റെ സന്നിധിയിൽ വന്നു ചേരുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെട്ടു. നാലാമതായി മനുഷ്യനെ വിട്ട് ദൈവം പോകുമ്പോൾ ദൈവം തിരിഞ്ഞു നിന്നിട്ട് മനുഷ്യനോടൊരു വാക്ക് പറഞ്ഞു. മനുഷ്യന് മറയപ്പെട്ട അസത്യമാണ്. നിന്നെ ഞാൻ മണ്ണിൽ നിന്നെടുത്തു, നീ തിരികെ മണ്ണിലേക്ക് പോയി ചേരും. ദൈവനീതിയുടെ അടയാളമാണ് മനുഷ്യന്റെ മരണം. ഞാനൊരിക്കൽ യാദൃശ്ചികമായി ഒരു ശവസംസ്കാര വേളയിൽ പോകുമ്പോൾ അവിടെ വന്ന യാക്കോബ സുറിയാനി സഭയിലെ ഒരു പുരോഹിതൻ ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പാടുന്ന മനോഹരമായൊരു പാട്ടിന്റെ വരി ഞാൻ യാദൃശ്യമായി കേട്ടു. അദ്ദേഹം പറയുന്നത്, ദൈവം തമ്പുരാനേ, നിന്റെ കരുണയും നിന്റെ നീതിയും ഹേതുവായി നീ മനുഷ്യന് മരണം കൊടുത്തല്ലോ. മരണമില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി എന്താണ്? മരണം ദൈവം മനുഷ്യന് ദാനമായി കൊടുത്ത അല്ലെ ദൈവനീതിയുടെ അടയാളമാണ്. ഒന്നാമത് തോലുകൊണ്ടുള്ളൊരു ഉടുപ്പ്, 2 ഉദ്ധാരണത്തിനായി സ്ത്രീയുടെ സന്തതിയായ ഒരു വാഗ്ദത്തം, 3 അരണ്ട വെളിച്ചത്തിൽ അല്ലെങ്കിൽ അന്ധകാരത്തിൽ വെളിച്ചം പകരുവാൻ മനസാക്ഷി എന്ന ദീപം, 4 ആത്മാവും ശരീരവും തമ്മിൽ വേർപിരിഞ്ഞ് ശരീരം മണ്ണിലേക്കും ആത്മാവ് ദൈവത്തിങ്കിലേക്കും പോയി ചേരുവാൻ മരണമെന്ന നിത്യപ്രതിവാസവും കൊടുത്തു. കാലങ്ങളെയും സമയങ്ങളെയെല്ലാം ദൈവം തമ്പുരാൻ നിയോഗിച്ചു കൊടുത്തു. മരണമില്ലെങ്കിൽ ലോകത്തിന്റെ ഗതി എന്തായിരിക്കും? മനുഷ്യൻ ഭൂമിയിൽ പെരുകുന്നു എന്ന് കണ്ടപ്പോൾ
ദൈവം തമ്പുരാൻ ആയുസ് വെട്ടിച്ചുരുക്കിക്കൊണ്ടേയിരുന്നു. എണ്ണപ്പെട്ടവർ മാത്രമുള്ളപ്പോൾ 960 വയസ്സുവരെ മനുഷ്യന്റെ ആയുസ് കൂടി. ഭൂമിയിൽ ജനം പെരുകി വന്നപ്പോൾ വീണ്ടും താഴേക്ക് വന്നു. മോശ മരിക്കുന്ന കാലത്ത് BC 1500 വയോധ്യനായ മോശ 120 വയസ്സുള്ളവനായി മരിച്ചു. എന്നാൽ അതിനൊരു 4ഓളം വർഷങ്ങൾക്കപ്പുറം സഹോദരനായ അഹരോൻ മരിക്കുമ്പോൾ 90-ാം സങ്കീർത്തനത്തിൽ മനുഷ്യന്റെ ആയുസിന്റെ ആവറേജ് കണക്കെഴുതി. സംഭവം ഇങ്ങനെയാണ്: ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. 3500 വർഷങ്ങൾക്ക് മുമ്പ് ഹോർ പർവ്വതത്തിന്റെ അടിവാരത്തിങ്കൽ അഹരോൻ എന്ന ഭക്തൻ മരിക്കുമ്പോൾ തന്റെ സഹോദരനും സഹശുശ്രൂഷകനും സഹസഞ്ചാരിയുമായ മോശ ദൈവസിംഹാസനത്തെ നോക്കിക്കൊണ്ട് പാടി, മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമാണ്. കാലം പലത് കടന്നുപോയി. നമ്മുടെ കാലഘട്ടം വന്നപ്പോൾ മാക്സിമം 55-60 മനുഷ്യന്റെ ആയുസ് ചുരുക്കുന്നു. രഹസ്യം, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങിയിരിക്കുകയാണ്. ആകയാൽ മരണം ദൈവനിയോഗമാണ്. മനസ്സാക്ഷി ദൈവത്തിന്റെ ദാനമാണ്. മശിഹ സ്വർഗം പ്രദാനം ചെയ്തതാണ്. നീതിയുടെ അങ്കി ദൈവം ദാനമായി തന്നതാണ്. ആകയാൽ ഏതൊരു മനുഷ്യനും ലോകത്തിന് കൊടുക്കാൻ കഴിയാത്ത സമാധാനവും പാപം നിറഞ്ഞ ലോകത്തിൽ നീതിയോടുള്ള ജീവിതവും മരണത്തിരശ്ശീലയ്ക്ക് അപ്പുറമുള്ള പ്രത്യാശയും സ്വന്തമാക്കുവാൻ ഈ ലോകത്തിൽ ഒരു മാർക്കറ്റുമില്ല. നിങ്ങൾ ലോകത്തിൽ എവിടെ പോയാലും വില കൊടുത്ത് സമാധാനം വാങ്ങാൻ സാധ്യമല്ല. വില കൊടുത്ത് പ്രത്യാശ വാങ്ങാൻ സാധ്യമല്ല. വില കൊടുത്ത് നീതി പ്രാപിപ്പാൻ സാധ്യമല്ല. മനുഷ്യന്റെ മനസ്സിലേതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്താലും അവരുടെ എല്ലാ മനസ്സിന്റെ ഉള്ളിൽ ഈ 3 ആഗ്രഹമുണ്ട്. ജന്മം കൊണ്ട് ഹൈന്ദവനോ, ജന്മം കൊണ്ട് ഇസ്ലാമികനോ, ജന്മം കൊണ്ട് ക്രൈസ്തവനോ, ജന്മം കൊണ്ട് ഒരു ബുദ്ധിസ്റ്റോ ഒക്കെ ആയിരിക്കാം. പക്ഷേ തിരിച്ചറിയാവുമ്പോൾ തന്നെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഈ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്റെ ഈ ലോക ജീവിതത്തിനപ്പുറം എന്റെ ആത്മാവ് എവിടെയായിരിക്കും? ആരെയും ഉപദ്രവിക്കേണ്ട, ഒരു മനുഷ്യനും ദോഷം ചെയ്യണ്ട എന്നുള്ളൊരാഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. നമ്മൾ ചിന്തിക്കും, അവരങ്ങനെ ജനിച്ചവരാണോ? അല്ല. ലോകത്തിൽ ഒരു ദുഷ്ടനും ഒരു ഭീകരവാദിയും അമ്മയുടെ ഉദരത്തിൽ നിന്ന് അങ്ങനെ ജനിച്ചിട്ടില്ല. ബാല്യപ്രായവും ശിശുപ്രായവും ബാല്യപ്രായവും തികച്ചും ഭക്തിയുള്ളവരായിരിക്കും. വളർന്നു വരുമ്പോൾ പാപത്തിന്റെ പ്രലോഭനവും സാഹചര്യവും അറിവില്ലായ്മയും കൂടെ ചേർന്ന് അവരെ പ്രാകൃതത്തിലേക്ക് നടത്തും. അപ്പോൾ ഏതു മനുഷ്യനെ എടുത്തു നോക്കിയാലും അവർക്ക് ദുഷ്ടതയൊന്നും ചെയ്യാൻ താല്പര്യമില്ല. സഹോദരങ്ങളെ, നമ്മളങ്ങ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എഴുതി വെക്കും. ഞാനൊരിക്കൽ ആലുവയിൽ ഇരിക്കുമ്പോൾ യാദൃശ്യമായ ഒരു യൗവനക്കാരൻ ഫെയ്ത്തോമിൽ കയറി വന്നു. ഞാനവനോട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. എന്റെ സമീപത്തിരിക്കുകയായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞ് ആരംഭിച്ചപ്പോൾ ഞാൻ മോനെന്ന് വിളിച്ച് തോളത്ത് കൊട്ടി സംസാരിച്ചു. 2 നിമിഷത്തിനുള്ളിൽ അവന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. അവൻ കേരളക്കരയിലെ ഒരു വാടക ഗുണ്ടയാണ്. യാദൃശ്യമായി അവൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ ഫെയ്ത്തോമിൽ വന്ന് കയറിയതാണ്. 1-2 കാര്യം പറഞ്ഞപ്പോഴേ എന്റെ കൈയും കാലും വിറച്ചു തുടങ്ങി. 7 വർഷം ജയിലിൽ കിടന്നേച്ചിറങ്ങിയതാണ്. മറ്റൊന്നുമല്ല, അമ്മയെ വെട്ടിക്കൊന്നിട്ടാണ്. അമ്മയെ വെട്ടിക്കൊന്നിട്ട് ജയിൽ ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയതാണ്. ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അമ്മ അപ്പനെ കൊല്ലുന്നതിന് മറ്റൊരാളോടുകൂടെ സൈഡ് ചെയ്ത സംഭവവും, അമ്മ ജയിലിൽ അടയ്ക്കപ്പെട്ടതും, പെങ്ങൾ ആക്സിഡന്റിൽ മരിച്ചതും, തുടർന്നവൻ പുറത്തിറങ്ങി അമ്മ പുറത്തു വന്നപ്പോൾ അമ്മയെക്കൊന്ന് ജയിലിൽ പോയതും, പിന്നെ ഗുണ്ടായിസം കൊണ്ട് നടന്ന് പാർട്ടിക്കാർക്ക് വേണ്ടി വെട്ടും കുത്തുമൊക്കെ നടത്തി. 3-1 കേട്ടപ്പോഴേ ഞാൻ കൈകൂപ്പി. കാര്യം ചോദിച്ചു. അവന്റെ സാഹചര്യമാണ് അവനെ ദുഷ്ടനാക്കി മാറ്റിയത്. അവന്റെ സാഹചര്യമാണ് അവനെ ജയിലറയിൽ അടച്ചത്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നീതിയോടെ ജീവിക്കാനും സമാധാനം പ്രാപിക്കാനുള്ള അവന്റെ ആഗ്രഹം കണ്ടപ്പോൾ എന്റെ ഉള്ളം വിറച്ചുപോയി. ഞാൻ കരുതിയിരുന്നത് അവനൊരു പ്രാകൃതനായിരിക്കുമെന്നല്ല, ഒരിക്കലും അല്ല. എന്നോട് പറഞ്ഞു, അച്ചോ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അച്ചോ, ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെ ഉപദ്രവിപ്പാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മനുഷ്യനും ദോഷം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ ഒരു കുരുക്കിൽ അകപ്പെട്ടുപോയി. അങ്ങക്ക് ഇങ്ങനെയെങ്കിലും എന്നെ രക്ഷപ്പെടുത്താമോ? ഞാൻ പിന്നെ അദ്ദേഹത്തെ ബാംഗ്ലൂരിലേക്ക് അയച്ചു. ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാം സഹോദരങ്ങളെ, ദൈവത്തിങ്കൽ നിന്നു മാത്രമേ നമുക്ക് നീതി ലഭിക്കൂ. ദൈവത്തിങ്കൽ നിന്നു മാത്രമേ നമുക്ക് സമാധാനം ലഭിക്കൂ. ദൈവത്തിങ്കൽ നിന്നു മാത്രമേ നമുക്ക് പ്രത്യാശ ലഭിക്കൂ. ആകയാൽ ഓർത്തുകൊള്ളണം, നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരികെ പോകാം. ദാവീദിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നാട്ട്
എന്താണ് ഒന്നുകൂടെ വായിച്ചാട്ട്? എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. തിരുനാമ നിമിത്തം, ദൈവം തമ്പുരാന്റെ നാമനിമിത്തം എന്നെയും നിങ്ങളെയും ദൈവം നീതിയുടെ പാതയിൽ നടത്തി. എന്താണ് ഈ നീതി എന്ന് പറഞ്ഞാൽ? ആ പാതയിൽ ഒരു മനുഷ്യന് നടക്കാമോ? ബൈബിൾ ഇങ്ങനെ പറയുന്നു, നീതിമാൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. സകല മനുഷ്യരും പാപം ചെയ്തു, ദൈവ തേജസ് സകല മാനവരാശിയെയും വിട്ടുപോയി. എന്നാൽ ഇപ്പോൾ ഇവിടെ പറയുന്നു, നീതിയുടെ പാതയിൽ ദൈവമേ നീ എന്നെ നടത്തണമേ. നീതിമാൻ ആരുമില്ല. ഒന്ന് വായിക്കാമോ? റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, ദാവീദ് രാജാവിന്റെ വാക്കെടുത്ത് ഉച്ചരിച്ചിരിക്കുകയാണ്, നീതിമാൻ ആരുമില്ല, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഒരുത്തൻ പോലുമില്ല. ഗ്രഹിക്കുന്നവനില്ല. ശ്രദ്ധിക്കുക, നീതിമാൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. പക്ഷേ ദാവീദ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ തിരുനാമ നിമിത്തം, നിന്റെ നാമം വിശുദ്ധമാണ്, നിന്റെ നാമം സൈന്യങ്ങളുടെ യഹോവ എന്നാണ്, നിന്റെ നാമം എന്റെ വീണ്ടെടുപ്പുകാരനെന്നാണ്, നിന്റെ നാമം ഹേതുവായി എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ. എന്താണ് ഈ നീതി എന്ന വാക്കിന്റെ അർത്ഥം? വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ നീതിയെ രണ്ട് ദിശകളിൽ നിന്ന് നിങ്ങൾക്ക് വീക്ഷിക്കാം. ഒന്നാമത് ദൈവത്തിന്റെ നീതി, രണ്ടാമത് മനുഷ്യന്റെ നീതി. എന്നാൽ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ശേഷിപ്പുള്ള ഒന്നിന്റെയും നീതി പറഞ്ഞിട്ടില്ല. ദൂതന്മാരുടെ നീതിയെക്കുറിച്ചോ, ആകാശത്തിലെ ഗ്രഹങ്ങളുടെ നീതിയെക്കുറിച്ചോ, ആകാശത്തിലെ പറവകളുടെ നീതിയെക്കുറിച്ചോ, മഹാസമുദ്രത്തിലെ മത്സ്യത്തിന്റെ നീതിയെക്കുറിച്ചോ, കാട്ടിൽ ഓടിമറയുന്ന കാട്ടുമൃഗങ്ങളുടെ നീതിയെക്കുറിച്ചോ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും മനുഷ്യന്റെ നീതിയെക്കുറിച്ചും ബൈബിൾ വ്യക്തമായി പറയുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം നീതിമാനാണ്. ഒന്ന്, തന്റെ പ്രവൃത്തിയിൽ ദൈവം എല്ലായ്പ്പോഴും നീതിമാനാണ്. രണ്ട്, തന്റെ വിധികളിൽ ദൈവം എപ്പോഴും നീതിമാനാണ്. മൂന്നാമത്, താൻ രക്ഷിക്കുന്നതിൽ എല്ലായ്പ്പോഴും നീതിമാനാണ്. നാലാമത്, മനുഷ്യവർഗത്തോട് ദയ കാട്ടുന്നതിൽ ദൈവം നീതിമാനാണ്. ദൈവത്തിന്റെ നീതിയുടെ 4 വശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ദൈവം നീതിമാൻ, യഹോവ നീതിമാൻ, തന്റെ ജനത്തെ അവൻ നീതിയോടെ വിധിക്കുന്നു. യഹോവ രക്ഷിക്കുന്നവനായി നീതിയോടെ നമ്മെ രക്ഷിക്കുന്നു. എല്ലാ വാക്യങ്ങളും വായിച്ച് വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോലെ. ദൈവം നീതിമാനാണ്. ദൈവമക്കളെ, ദൈവത്തിന്റെ നീതിക്ക് ഒരിക്കലും മാറ്റം വരത്തില്ല. നിങ്ങൾ എവിടെ നോക്കിയാലും ദൈവത്തിന്റെ വിധികളെല്ലാം നീതിയുള്ളതാണ്. അതിൽ വലിയവനോ ചെറിയവനോ ഉയർന്നവനോ താണവനോ ഒന്നുമില്ല. വേദപുസ്തക ചരിത്രം പഠിച്ചാൽ തന്നെ ദൈവനീതിയുടെ ചില സംഭവങ്ങൾ ബൈബിളിൽ എടുത്തെഴുതിയിട്ടു. വായിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. ദൈവം നീതി വിട്ട് ഒരിക്കലും ഇടം വലം തിരിയത്തില്ല. നാം ചിന്തിച്ചു വെക്കും, നമ്മളെ പ്രതി നീതിമാനായ ദൈവം 5 നിമിഷം സ്വഭാവം മാറ്റിവെച്ച് നാം പ്രാകൃതരായി നമ്മളോടൊപ്പം കൂടുമെന്നാണോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ദാവീദ് രാജാവിന്റെ സംഭവം. ദാവീദ് ആട്ടിടയനായിരുന്നു. ദൈവം തന്നെ ഉയർത്തി ഇസ്രായേലിലെ മനോഹരമായ ഒരു അരമന കൊടുത്തു. രാജകൊട്ടാരത്തിൽ അവനായിരിക്കുമ്പോൾ, സൈന്യ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ, യുദ്ധത്തിന് പോകേണ്ട ദാവീദ് അലസതയോടെ അരമനയിൽ ഉറങ്ങുമ്പോൾ പിശാചിന്റെ കെണിയിൽ അവൻ അകപ്പെട്ടുപോയി. ആരോരും അറിയാതെ ഒരു പ്രാകൃതം കാട്ടിക്കൂട്ടി. പ്രാകൃതത്തിന്റെ ആഴം ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ല. സാധുവായ ഒരു മനുഷ്യനെ അവന്റെ ഭാര്യയെ സ്വന്തമാക്കേണ്ടതിന് ഉപായം പ്രയോഗിച്ചതാണ്. ഇത്ര വലിയ രൂക്ഷമായ അവസ്ഥയാകുമെന്നും ദൈവം ഇത്രമാത്രം ഈ വിഷയത്തിൽ തനിക്കെതിരിട്ട് നിൽക്കുമെന്നൊന്നും ഈ സാധുവായ മനുഷ്യൻ ചിന്തിച്ചില്ല. നല്ല മനുഷ്യനായിരുന്നു. പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടുപോയി. താൻ ആ സംഭവം ആരോരും അറിയാതെ സൂക്ഷിച്ചു. കഴിഞ്ഞതെല്ലാം ഒരു ദുർസ്വപ്നം പോലെ മറക്കാൻ ആഗ്രഹിച്ചു. അഭിഷക്തനായ ദാവീദ് മനസ്സാക്ഷിയിൽ ഉണർന്ന് തെറ്റ് കണ്ടെത്തുമോ എന്നറിയാൻ ദൈവം തമ്പുരാൻ 8 മാസം മിണ്ടാതെ ഇരുന്നു. അതാണ് അത്ഭുതം. അടുത്ത ദിവസമൊന്നും മിണ്ടത്തില്ല. 8 മാസം ദൈവം തമ്പുരാൻ മിണ്ടാതെ ഇരുന്നു. ദാവീദ് ഇതാരും അറിഞ്ഞിട്ടില്ല. സഹോദരിപുത്രനാണ് അന്നത്തെ സൈനാധിപൻ. അദ്ദേഹവും ദാവീദും വധിക്കപ്പെട്ട ഊരിയാവും മാത്രമേ സംഭവം അറിഞ്ഞിട്ടുള്ളൂ. യോവാബ് എന്ന സൈനാധിപൻ ദാവീദിന്റെ സഹോദരിയുടെ മകനാണ്. ആരോരും അറിയാത്ത പരമരഹസ്യം. ദൈവത്തിന്റെ നീതി കണ്ടോ? 8 മാസങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞതെല്ലാം ദുർസ്വപ്നം പോലെ ദാവീദ് മറന്നു.
ബേർശേബ എന്ന ആ പെൺകുട്ടിയെ സ്വന്തമാക്കി. അവൾ ഗർഭം ധരിച്ചൊരു കുഞ്ഞിനെ പ്രസവിക്കുന്ന നാളുകൾ അടുത്തു. 8 മാസങ്ങൾക്ക് ശേഷം നാഥാൻ എന്നൊരു പ്രവാചകൻ ദാവീദിന്റെ അരമനയിൽ വന്നു. നാഥാന്റെ ആഗമനത്തിൽ സന്തുഷ്ടനായ ദാവീദ് നാഥാൻ ഇരിക്കാൻ ഇരിപ്പിടം കൊടുത്തു. സംഭവം വായിച്ചാൽ നല്ല രസമാണ്. നാഥാൻ യഹൂദ തുടങ്ങി ബേർശേബ വരെ പടർന്നു കിടക്കുന്ന ഇസ്രായേൽ രാജ്യത്തിൽ സംഭവിച്ച ഒരു സംഭവം ഒരു മനോഹര കഥയെന്ന വണ്ണം പറഞ്ഞു കേൾപ്പിച്ചു. ഇശായുടെ സന്തതിയായി ജനിച്ച ബാല്യകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ആട്ടിൻകുട്ടിയുടെ കഥയാണ്. ദാവീദ് ജനിക്കുമ്പോൾ ദാവീദ് ആ വീട്ടിലെ ഇളയ മോനാണ്. അവിടെ ചുറ്റും ആ ആട്ടിടയന്റെ കുടിലിന് ചുറ്റും ഓടിക്കളിക്കുന്ന ആട്ടിൻകുട്ടിയുടെ മനോഹരമായൊരു ചിത്രം ഈ പ്രവാചകനായ നാഥാൻ പറഞ്ഞു കേൾപ്പിച്ചു. ദാവീദ് സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം അയൽവാസിയായ ദുർമോഹി ഈ ദരിദ്രന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചു കൊന്നു പറഞ്ഞു. ദാവീദിന് കോപം ജ്വലിച്ചു. ദാവീദ് ചാടി എഴുന്നേറ്റു. ദാവീദ് ഒരു ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരുത്തൻ യെരൂശലേമിലുണ്ടോ? ചോദ്യം ഇതാണ്, അനാഥനായവന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് വിരുന്നുകാരൻ ആഹാരം ഒരുക്കി കൊടുത്തൊരു ദുഷ്ടൻ എന്റെ രാജ്യത്തിലുണ്ടോ? ഉണ്ടോ? ചോദ്യം വന്നു. നാഥാൻ പെതിയെ അങ്ങോട്ട് എഴുന്നേറ്റു. അരയൊക്കെ ഒന്ന് മുറുക്കി കൊടുത്ത് പുതച്ചിരുന്ന പൊന്നോടൊന്ന് പുതച്ച്, എന്തായാലും മനുഷ്യനല്ലേ, പേടി കാണാതിരിക്കത്തില്ല. പെതിയെ അങ്ങോട്ട് ഇറങ്ങി 2-3 സ്റ്റെപ്പ് ഇറങ്ങിയ ശേഷം തിരിഞ്ഞൊരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീയാണ്. ദാവീദ് ഞെട്ടിപ്പോയി. ആ മനുഷ്യൻ ഞാനാണോ? 8 മാസങ്ങൾക്ക് മുൻപ് ലോകത്തിൽ ആരും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് ആ പ്രാകൃതത്തിന്റെ പടം മനോഹര രൂപമായി അരമനയിൽ വരച്ചു കാണിച്ചു. നാഥാൻ ഇറങ്ങിപ്പോയി. ദാവീദിന്റെ സ്വസ്ഥത കെട്ടു. രാജവസ്ത്രം വലിച്ചു കയറി പൂഴിവാരി തലയിലിട്ടു. യഹോവയുടെ സിംഹാസനത്തിന്റെ മുൻപിൽ വീണു. ഓടി ഒളിക്കാൻ ഇടമില്ല. താൻ പൂന്തോട്ടത്തിലേക്ക് പോയി. 4 സൈഡിൽ നിന്നും വൃക്ഷങ്ങൾ പറയുന്നു, ആ മനുഷ്യൻ നീയാണ്. അരമനയ്ക്കുള്ളിൽ ഓടി ഒളിച്ചു. 4 സൈഡിൽ നിന്നും ചുവര് പറയുന്നു, ആ മനുഷ്യൻ നീയാണ്. ആകെ മനസ്സുലഞ്ഞുപോയി. ഒരു സൈഡിൽ അപ്പനായ ഇശായിയുടെ മുൻപിൽ വെച്ച് ശമൂവേൽ എന്ന പ്രവാചകൻ തന്നെ കെട്ടിപ്പിടിച്ച് തൈലക്കൊമ്പ് തുറന്ന് തന്റെ തലയിൽ തൈലാഭിഷേകം ഒഴിക്കുന്ന ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ സംഭവം ഓർമ്മയിലേക്ക് വന്നു. മറുഭാഗത്ത് തന്നെക്കാൾ ശ്രേഷ്ഠനായ ശൗൽ എന്ന രാജാവ് യുദ്ധകളത്തിൽ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടതുകൊണ്ട് അവൻ സ്വന്തം ആയുധം നെഞ്ചത്ത് കുത്തിക്കയച്ച് ആത്മഹത്യ ചെയ്യുന്ന രൂക്ഷമായ അവസ്ഥ കാണുന്നു. മറുഭാഗത്ത് യജമാനനെ യോവാബും യഹോവയുടെ പെട്ടകവും യുദ്ധകളത്തിൽ കിടക്കുമ്പോൾ ഞാൻ എന്റെ വീട്ടിൽ പോണമോ എന്ന് ചോദിക്കുന്ന ആ ഭക്തനായ ഊരിയാവിന്റെ ശബ്ദം. ദാവീദ് ആകെ വലഞ്ഞുപോയി. ഓടി ഒളിക്കുന്നത് എങ്ങോട്ടാണ്? 4 സൈഡിൽ നിന്നും റൗണ്ട് ചെയ്ത് ഇങ്ങനെ കേൾക്കുകയാണ്. ജീവരക്ഷാർത്ഥം ഓടാൻ വഴിയില്ല. വാസ്തവമാണ് ദൈവമക്കളെ, ദൈവം നീതിമാനാണ്. വിട്ടുവീഴ്ചയൊന്നുമില്ല. ഇതേ സംഭവം ദൈവം നിരത്തി വെച്ചിട്ട് കണക്ക് തീർക്കുന്നൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ദൈവം നീതിമാനാണ്. രാത്രി മുഴുവൻ കരഞ്ഞു, വസ്ത്രം വലിച്ചു കീറി. അക്കാലത്ത് തിരുവെഴുത്ത് പഠിച്ച ഭക്തന്മാരെ വിളിച്ചു വരുത്തി മോശ പ്രമാണം കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊരു 10 കൂട്ടം യാഗങ്ങളുണ്ട്. 5 വലിയ യാഗങ്ങളും 5 ചെറിയ യാഗങ്ങളും. ഈ യാഗം കൊണ്ടെങ്ങാനും പരിഹാരം ഉണ്ടാക്കുമോ? പാപയാഗമോ, ഹോമയാഗമോ, ഭോജനയാഗമോ, അകൃത്യയാഗമോ, എന്ത് വേണേലും നടത്താം. എങ്ങനെങ്കിലും ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി. യാഗം മുഴുവൻ തപ്പി പ്രമാണം പഠിച്ച ഭക്തന്മാർ പറഞ്ഞു, ദാവീദേ, നിന്റെ അകൃത്യത്തിന് പരിഹാരം ഇതാ ഈ യാഗങ്ങളാലൊന്നും സാധ്യമല്ല. ദാവീദ് യഹോവയുടെ സിംഹാസനത്തിന് മുന്നിൽ വീണ് ദൈവത്തിന്റെ കരുണയ്ക്ക് അപേക്ഷിച്ചു. അപ്പോൾ ദാവീദ് ഒരു വാക്ക് പറഞ്ഞു, അയ്യോ യഹോവേ, നീ വിധിക്കുമ്പോൾ നീ നീതിയോടെ വിധിക്കുന്ന ദൈവമെന്ന് എനിക്കറിയാം. സ്വന്തം അനുഭവം എഴുതിയതാണ്. നമ്മളൊക്കെയാണ് പോട്ടെ എന്നൊക്കെ പറഞ്ഞേക്കും. ഇല്ല, ദൈവം അങ്ങനെ പോട്ടെ എന്ന് പറയത്തില്ല. ദൈവത്തിന്റെ വിധികളെല്ലാം നീതിയുള്ള വിധികളാണ്. വിധിക്കുമ്പോൾ നമ്മുടെ ദൈവം നീതിമാനാണ്. രക്ഷയുടെ കാര്യത്തിൽ ദൈവം നീതിമാനാണ്. ദയ കാട്ടുന്നതിൽ ദൈവം നീതിമാനാണ്. അപ്പോസ്തലനായ പൗലോസ് ഹെബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ കർക്കശമായ ചില കാര്യങ്ങൾ എഴുതി. നിങ്ങളുടെ പ്രാകൃത നിമിത്തം നിങ്ങളെ വെട്ടിയെടുത്ത് തീരെറിയും എന്നെല്ലാം എഴുതിയ ശേഷം അവസാനം ഒരു വാക്ക് കൊണ്ടെഴുതി. ഇങ്ങനെയാണ്, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പലപ്പോഴും വിശുദ്ധന്മാർ നമുക്ക് നന്മ ചെയ്താലും, വിശുദ്ധന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും,
വിശുദ്ധന്മാർ നമ്മളോട് ദയ കാട്ടിയാലും നമ്മൾ അതങ്ങ് മറന്നു പോകാറുണ്ട്. കാരണം പറയാമോ, നമ്മൾ അനീതിയുള്ള മനുഷ്യരാണ്. അനീതിയുള്ള മനുഷ്യരായതുകൊണ്ടാണ് മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദയ മറന്നു കളയുന്നത്. ദൈവം അനീതിയില്ലാത്ത ദൈവമായതുകൊണ്ടാണ് ഇന്നും തന്റെ ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, മറന്നു കളവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. ദൈവം എല്ലാ കാലത്തും നീതിമാനാണ്. വിധിക്കുമ്പോൾ നീതിയോടെ വിധിക്കും. ഒരുവനെ രക്ഷിക്കുമ്പോൾ നീതിയോടെ രക്ഷിക്കും. ഒരുവനെ വേണ്ടി കരുതുമ്പോൾ നീതിയോടെ കരുതും. ഒരുവന്റെ പ്രവൃത്തി തന്റെ ഓർമ്മയിൽ നീതിയോടെ സൂക്ഷിക്കും. അപ്പോൾ ദൈവം എല്ലാ കാലത്തും നീതിമാനാണ്. വിശദമായി ചിന്തിപ്പാൻ നമുക്ക് സമയം പോരാ. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. മനുഷ്യൻ എങ്ങനെ നീതിമാനാകും? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നീതി എന്ന വിഷയം നമുക്ക് ദിനങ്ങളോളം പ്രസംഗിച്ചാലും തീരത്തില്ല. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം നമുക്ക് ചിന്തിക്കാം. മനുഷ്യൻ എങ്ങനെ നീതിമാനായി തീരുമെന്ന് ചോദിച്ചാൽ, വേദപുസ്തക അടിസ്ഥാനം നമ്മൾ പഠിക്കുമ്പോൾ നീതി എന്നതിന് യേശുവിനെ നീതി എന്ന് വിളിച്ചിട്ടുണ്ട്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, ഞാനും നിങ്ങളും പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ആരെന്നുള്ളതല്ല ചോദ്യം, പകരം സ്വർഗത്തിൽ നിന്ന് മാനകുലത്തിന്റെ ഉദ്ധാരണത്തിനായി ഭൂമിയിലേക്ക് അയച്ചു തന്ന നിങ്ങളുടെ കർത്താവായ യേശു നിങ്ങൾക്കാരായി തീർന്നെന്നുള്ളതാ വിഷയം. പലർക്കും ഇതിന്റെ ആഴം അറിഞ്ഞുകൂടാ. പലരും തങ്ങൾ ആരാണെന്നുള്ളതിലാണ് ടെൻഷൻ അടിക്കുന്നത്. ഞാനും നിങ്ങളും ആരായിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും പരിശുദ്ധ പിതാവ് ആരായുന്നില്ല. പകരം സ്വർഗത്തിൽ നിന്ന് ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായെ താണലോകത്തിൽ അയച്ചിട്ട് ആ മശിഹാ തമ്പുരാൻ എനിക്കും നിങ്ങൾക്കും ആരായിത്തീർന്നു എന്നുള്ളതാണ്. പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന വാക്കൊന്ന് വായിക്കാമോ? അവൻ ദൈവത്തിങ്കൽ നിന്ന്. 1 കൊരിന്ത്യർ 1 അധ്യായം 20 വാക്യം. 1 കൊരിന്ത്യർ 1 അധ്യായം അതിന്റെ 20 വാക്യം ശ്രദ്ധിച്ചാട്ട്. നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഇരിക്കുന്നു. അടുത്തത്, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം നീതി ശുദ്ധീകരണം വീണ്ടെടുപ്പുമായിരിക്കും. ഇന്ന് രാത്രി ശ്രദ്ധിച്ചാട്ട് ദൈവമക്കളെ, നമ്മൾ ആരായിരിക്കുന്നു എന്നുള്ളതല്ല വിഷയം. നമ്മൾ ദൈവത്തിന്റെ മുൻപാകെ ആരായിരിക്കുന്നു എന്നുള്ളത് സ്വർഗം ആരായുന്നില്ല. പകരം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധ പിതാവ് അയച്ചു തന്ന യേശു നിങ്ങളുടെ ആരാണെന്നാണ് അറിയേണ്ടത്. യേശു ആരാണ്? യേശു നമ്മുടെ വീണ്ടെടുപ്പാണ്. യേശു നമ്മുടെ ജ്ഞാനമാണ്. യേശു നമ്മുടെ ശുദ്ധീകരണമാണ്. യേശു നമ്മുടെ നീതിയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. കർത്താവായ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ ആ നീതിയും ആ വീണ്ടെടുപ്പും ആ ശുദ്ധീകരണവും ആ ജ്ഞാനവും പ്രാപിച്ചവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആകയാൽ ദൈവമക്കളെ, യേശു ആണ് നമ്മുടെ നീതി. നീതിയുടെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു എന്റെയും നിങ്ങളുടെയും നീതിയാണ്. ഈ അറിവ് നമുക്കുണ്ടാകണം. രണ്ടാമത് നീതിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നീതി ഒരു നല്ല വസ്ത്രമാണ്. യെശയ്യാ പ്രവചനം 61 അധ്യായം അതിന്റെ 3 വാക്യത്തിൽ വരുമ്പോൾ യെശയ്യാവ് പറയുന്നു, നീ എന്നെ നീതി വസ്ത്രം ധരിപ്പിച്ചു. വായിച്ചാൽ മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഉടുപ്പിച്ചിരിക്കുന്നു. മനുഷ്യന്റെ നീതി എന്നുള്ളതാണ് നമ്മുടെ പഠന വിഷയം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നിത്യസത്യമായി ബൈബിൾ അത് പറയുന്നു. മുഴു ലോകവും അത് തലയാട്ടി അംഗീകരിക്കുന്നു. എന്നാൽ മുൻകണ്ടവരെ വിളിച്ചവരെ നീതീകരിച്ചും ഇരിക്കുന്ന ദൈവിക പദ്ധതിയുടെ ആഴമാണ് നാം ചിന്തിക്കേണ്ടത്. ദാവീദ് പറഞ്ഞത്, നീതിയുടെ പാതയിൽ ദൈവമേ നീ എന്നെ നടത്തണമേ. ഉറപ്പുള്ള പാറയിലേക്ക് എത്തി അവിടെ നിന്ന് ആശ്വാസം പ്രാപിച്ച ദാവീദ് തുടർന്നുള്ള തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്, ദൈവമേ നീതി പാതയിൽ എന്നെ നടത്തണമേ. എന്താണ് ഈ നീതിയുടെ പാത? മനുഷ്യൻ എങ്ങനെ നീതീകരിക്കാം? യേശു നീതിയാണ്. അടുത്തതായി പറയുന്നു, നീതി ഒരു നല്ല വസ്ത്രമാണ്. ഒരു മനുഷ്യൻ അണിഞ്ഞൊരുങ്ങുവാൻ അവൻ ഉപകരിക്കുന്ന വസ്ത്രം പോലെ നീതി അവനൊരു വസ്ത്രമാണ്. വീണ്ടും വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു ക്രൈസ്തവൻ ഒരു യുദ്ധകളത്തിൽ നിൽക്കുന്ന യോദ്ധാവാണെന്നും അവൻ ജീവരക്ഷയ്ക്കായി
യുദ്ധകളത്തിൽ ചിലതൊക്കെയും അണിഞ്ഞൊരുങ്ങണമെന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ എഴുതിയിരിക്കുന്നത് നീതി ഒരു കവചമെന്നാണ്. ഒന്ന് വായിക്കാമോ? എഫേസ്യർ 6:15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം ധരിക്കണം. നമ്മുടെ ശരീരം കവർ ചെയ്യുവാൻ പുരാതന കാലത്ത് റോമൻ സൈനികർ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ഈ സൈനികരുടെ വസ്ത്രധാരണ കണ്ടിട്ടാണ് പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് ഇത് എഴുതിയിരിക്കുന്നത്. അവിടെ ഒരു സൈനികൻ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ കാലിൽ സുവിശേഷം എന്നൊരു ചെരുപ്പുണ്ട്, അവന്റെ അരയിൽ സത്യം എന്നൊരു ബെൽറ്റുണ്ട്, അവന്റെ തലയിൽ രക്ഷ എന്ന ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, അവന്റെ നെഞ്ചിന്റെ ഭാഗം ശത്രുവിന്റെ ആയുധമേറ്റ് അവന്റെ പ്രാണൻ നശിക്കാതിരിപ്പാൻ അവന്റെ നെഞ്ചിന്റെ ഭാഗം സൂക്ഷിക്കേണ്ടതിന് നീതി എന്ന ഒരു കവചമുണ്ട്. യേശു നീതിയാണ്. നാം ധരിച്ച വസ്ത്രം, യേശു മുഖാന്തരം ലഭിച്ച വസ്ത്രം, അത് നീതിയാണ്. യുദ്ധകളത്തിൽ നിൽക്കുന്ന നമ്മൾക്ക് ശത്രുവിന്റെ ആയുധമേൽക്കാതെ പ്രാണനെ സൂക്ഷിക്കുവാൻ സ്വർഗം കവചമായി തന്നിരിക്കുന്നത് നീതിയാണ്. വേദപുസ്തകം പഠിച്ചാൽ നീതിയുടെ അനേക വശങ്ങൾ നമുക്ക് കാണാം. ആ ഭാഗം അവിടെ അവസാനിപ്പിച്ച് ഇതെങ്ങനെ നീതി നേടാം എന്നുള്ള ഭാഗത്തേക്ക് നമുക്ക് വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എങ്ങനെ നീതിയെ പ്രാപിക്കാം? ഞാൻ പറഞ്ഞല്ലോ, യേശു നീതിയാണ്. ഒരുവൻ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ സ്വർഗം അവന് പ്രദാനം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് രാത്രി ഒരുവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. നടക്കുന്ന സംഭവങ്ങൾ ജീവന്റെ പുസ്തകം എടുത്തു വെച്ചിട്ട് ആ ജീവന്റെ പുസ്തകത്തിലേക്ക് അവന്റെ പേരെഴുതും. രണ്ടാമത് വരാനിരിക്കുന്ന രക്ഷയ്ക്ക് അവൻ നിയോഗിതനാകിയാൽ നിങ്ങളുടെ പരിശുദ്ധ പിതാവ് ബലവാനായ ഒരു ദൂതനോട് പറയും, അവന്റെ എല്ലാ വഴികളിലും അവനെ കാത്തുകൊണ്ട് നീ അവനെ നിത്യതയിൽ കൊണ്ടെത്തിക്കണം. മൂന്നാമതായി ബൈബിൾ പറയുന്നത്, വിശാലമായ ദേശത്ത്, മനോഹര ദേശത്ത് ആ ദിനം തന്നെ അവൻ അളവ് നൂല് വീഴും. നാലാമതായി അവന്റെ നിത്യത വരെയുള്ള ജീവിതയാത്രയ്ക്ക് ഒരു ട്രാവലിംഗ് ഗൈഡ് ദൈവം ദൂതന്മാരുടെ പക്കൽ വരച്ചു കൊടുക്കും. പലപ്പോഴും നമുക്ക് ഇതിന്റെ ആഴം അറിഞ്ഞുകൂടാ. നിങ്ങൾ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ഓർമ്മയുണ്ടോ? ആ ദിനത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, ജീവന്റെ പുസ്തകത്തിൽ നീതിമാന്മാരുടെ ഗണത്തിൽ നിങ്ങളുടെ പേരെഴുതി ചേർത്തിട്ടുണ്ട്. രണ്ട്, നിങ്ങളുടെ എല്ലാ വഴികളിലും നിങ്ങളെ കാക്കുവാൻ ബലവാനായ ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. വരുവാനിരിക്കുന്ന രക്ഷയ്ക്ക് നീ യോഗ്യതനാണ്. വിശുദ്ധ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞല്ലോ, ദൂതന്മാരോ രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവനത്തിന് ഐക്യപ്പെടുന്നവരാണ്. വരുവാനിരിക്കുന്ന രക്ഷയ്ക്ക് നിയോഗിതനായ ഓരോ ദൈവ പൈതലിനെയും ഒരു ദൂതൻ രാപ്പകൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ പേർ ജീവപുസ്തകത്തിൽ എഴുതുമ്പോൾ പിതാവിന്റെ രാജ്യത്തിൽ വിശാലമായ ദേശത്ത്, മനോഹരമായ ദേശത്ത് നിങ്ങൾ കളവ് നൂല് വീഴും. 16-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ, മനോഹര ദേശത്ത് ഇനി കളവ് നൂല് വീണിരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഗൈഡ് വരച്ചു തരും. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. നമ്മുടെ തലയിലെ തലമുടിനാര് പോലും ദൈവം തമ്പുരാൻ അറിയാതെ കൊഴിഞ്ഞു പോകത്തില്ല. ആ ദിനം തന്നെ മനോഹരമായൊരു ട്രാവലിംഗ് ഗൈഡ് വരച്ച് നിങ്ങളുടെ ദൂതന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ദൂതനോട് ചോദിച്ചാൽ ഒരുപക്ഷെ പറയുമായിരിക്കാം. മോശെ ഒരിക്കൽ ചോദിച്ചു, നിന്റെ വഴികൾ എന്നെ അറിയിക്കാമോ? 5 നിമിഷം കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മോശേ, എന്റെ വഴികളെല്ലാം നിന്നെ അറിയിക്കാം. അപ്പൊ നമുക്കിങ്ങനെ ഒരു ട്രാവലിംഗ് ഗൈഡ്. നിങ്ങൾ യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെ പോയാലേ അവിടെ നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ കാറ് നിർത്തി മാടക്കടയിലെ തങ്കപ്പച്ചേട്ടനോട് ആ ബന്ധക്കോസുകാരുടെ പള്ളി എവിടാന്ന് ചോദിക്കുന്ന പോലൊന്നും അവിടെങ്കിലും ചോദിക്കാനൊക്കത്തില്ല. ആരും ചോദിക്കത്തുമില്ല, ചോദിച്ചാൽ ആരും പറയത്തുമില്ല. അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറയാം, പുള്ളി യൂറോപ്പിൽ പോയപ്പോൾ, ജർമ്മനിലും കണ്ട് പോയപ്പോഴാണ്, ജർമ്മൻ എയർപോർട്ടിന് പുറത്തു വരുമ്പോൾ ഒരു സാധുവായ വല്യമ്മ ഒരു വലിയ പെട്ടിയെടുത്ത് പൊക്കി തലയിലോട്ട് വെക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇവരുടെ ദയനീയ അവസ്ഥ കണ്ടപ്പോൾ നമ്മുടെ ഒരാള് അമ്മയോളം പ്രായമുള്ള ഈ വല്യമ്മ മാതാമയെ കണ്ട ഉടനെ ഓടിച്ചെന്ന് പെട്ടിക്കൊന്ന് പിടിച്ചു കൊടുത്തു. അവര് പെട്ടി താഴെ വെച്ചിട്ട് ഇംഗ്ലീഷിൽ 4 ഭാഷ പറഞ്ഞു. നമ്മുടെ ആള് ജീവനും കൊണ്ട് പോയി കളഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ പോയി? ഞാൻ ദയ തോന്നി, കരുണ തോന്നി സഹായിക്കാൻ ചെന്നതാണ്. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അതിന്റെ ആവശ്യം അവർക്കില്ല. ഇതുപോലെ നിങ്ങൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു ട്രാവലിംഗ് ഗൈഡ് എയർപോർട്ടിൽ തന്നെ കിട്ടും. എവിടെയാണ്
നിങ്ങൾക്ക് പോയി ചേരേണ്ട ഹോട്ടലുകൾ, എവിടെയാണ് പെട്രോൾ പമ്പുകൾ, എവിടെയാണ് ഹോസ്പിറ്റലുകൾ, എവിടെയാണ് മറ്റെന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ, മനോഹരമായൊരു ട്രാവലിംഗ് ഗൈഡ് ഇത് വെച്ചങ്ങ് നോക്കിക്കൊള്ളണം. 8 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നിങ്ങൾ നിയമിക്കപ്പെട്ട ഹോട്ടലിൽ ചെല്ലുമെന്ന് പറഞ്ഞാൽ ചെന്നിരിക്കും. ഇതുപോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി അളവ് നൂല് മനോഹര ദേശത്ത് വീണ് ഒരു ദൂതൻ നിങ്ങളുടെ സംരക്ഷകനായപ്പോൾ നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഗൈഡ് വരച്ചു തന്നിട്ടുണ്ട്. ഈ ട്രാവലിംഗ് ഗൈഡിനകത്ത് ചിലയിടങ്ങളിൽ കഷ്ടരാത്രിയുണ്ട്. ഓർത്തോണം, കഷ്ടരാത്രിയുണ്ട്, വ്യർത്ഥമാസങ്ങളുണ്ട്, അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളുണ്ട്, ക്ലേശങ്ങളുടെ ദിവസങ്ങളുണ്ട്, ആകാശത്തോളം ഉയർന്ന ദിനമുണ്ട്, പാതാളത്തോളം താണ ദിനമുണ്ട്, തീയിൽ കൂടെ പോയ ദിവസമുണ്ട്, നിന്ദിയായ വെള്ളത്തിൽ കൂടെ പോയ ദിവസമുണ്ട്, സൗഖ്യത്തോടെ ദൈവത്തെ സ്തുതിച്ച ദിനമുണ്ട്, രോഗത്തോടെ കരഞ്ഞ ദിനമുണ്ട്. ഇതെല്ലാം നീതിയുള്ള പരിശുദ്ധ പിതാവ് അതിൽ എഴുതി ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഓ നിന്റെ കരങ്ങളിൽ എന്റെ ജീവനെ എഴുതി ചേർത്തിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച നിന്റെ പേർ ജീവപുസ്തകത്തിൽ എഴുതുമ്പോൾ, അവൻ നിനക്ക് നീതിയായി തീർന്നപ്പോൾ, അവൻ നിന്റെ വീണ്ടെടുപ്പായപ്പോൾ നിത്യത വരെയുള്ള ട്രാവലിംഗ് ഗൈഡ് വരച്ചു തന്നിരിക്കുകയാണ്. ചിലർക്കിത് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കരയുന്നത്. കരഞ്ഞ് നമുക്ക് രക്ഷപ്പെടാനൊന്നും ഒക്കത്തില്ല സഹോദരങ്ങളെ. ഇതൊക്കെ ഫിക്സഡ് പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നൊക്കത്തില്ലെങ്കിൽ നാളെ തിങ്കളാഴ്ച അത് വെച്ചിട്ടുണ്ട്. തിങ്കളാഴ്ച ഒക്കത്തില്ല കർത്താവേ തിരക്കാണെന്ന് പറഞ്ഞാൽ അത് നേരെ ബുധനാഴ്ചയാക്കി തരും. നന്നായിട്ട് അറിഞ്ഞോണം, ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റി തരുമെന്നല്ലാതെ ഒഴിവാക്കിയൊന്നും തരത്തില്ല. കാര്യം സ്റ്റാർട്ടിംഗ് ഡേയിൽ തന്നെ ഇതൊക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. ചിലത് കഷ്ടരാത്രികളുണ്ട്, കണ്ടിട്ടില്ലേ? പല്ലുവേദന കഷ്ടരാത്രിയുടേതാണ്. അത് ഒത്തിരി നാളൊന്നും നിൽക്കത്തില്ല, 1-2 മണിക്കൂർ നിൽക്കുന്നതാണ് ഈ കഷ്ടരാത്രികൾ. ചില ആസ്മാരോഗമുണ്ട്, അത് ചില വ്യർത്ഥമാസങ്ങളാണ്. ചിലരൊക്കെ 15 ദിവസം 20 ദിവസമൊക്കെ വലിച്ചുകൊണ്ടിരിക്കും. ഇനിയും അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളുണ്ട്. ചിലരുടെ വാതരോഗം കണ്ടിട്ടില്ലേ? 6 മാസമൊക്കെ നിന്നെന്ത് ചെയ്യും? 6 മാസം 15 വർഷമൊക്കെ നിന്ന് ചൊറിയുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ വ്യർത്ഥമാസങ്ങളും അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും കഷ്ടരാത്രികളും നീ എനിക്ക് നിയമിച്ചിരിക്കുന്നതാണ്. നിയമനം വിട്ടിടം വലം ഒന്നും പോകാൻ സാധ്യമല്ല. പക്ഷേ എല്ലാ വഴികളിലും ഒരു ദൂതൻ സംരക്ഷകനായിട്ടുണ്ട്. ഉയരുമ്പോൾ നിഗളിക്കരുത്, താഴുമ്പോൾ നിരാശപ്പെടരുത്. ഉയർത്തിയത് എന്റെ ദൈവമാണ്, താഴ്ത്തിയതും എന്റെ ദൈവമാണ്. നന്മ തന്നത് എന്റെ ദൈവമാണ്, ഒന്നുമില്ലാതാക്കിയതും എന്റെ ദൈവമാണ്. ആരോഗ്യമുള്ള ദിനങ്ങളെ തന്നത് എന്റെ ദൈവമാണ്, ആരോഗ്യമില്ലാത്ത അവസ്ഥ വരുത്തിയതും എന്റെ ദൈവമാണ്. ഇതേറ്റു പറയാൻ കഴിയുന്ന ഏതൊരു ദൈവ പൈതലും പിശാച് അവന്റെ മുൻപിൽ വിറയ്ക്കും. എന്റെ യജമാനനായ ദൈവം തമ്പുരാൻ അറിയാതെ എന്റെ തലയിലെ ഒരു തലമുടി നാര് കൊഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആർക്കെങ്കിലും നിങ്ങളെ തൊടാനൊക്കുമോ? ഇല്ല. സാത്താന് നിങ്ങളെ തൊടാനൊക്കുമോ? ഇല്ല. പിന്നെ ഈ കഷ്ടത എങ്ങനെ വന്നു? അതെന്റെ ട്രാവലിംഗ് ഗൈഡിൽ ഉണ്ടായിരുന്നു. ഈ ദുരിതം എങ്ങനെ വന്നു? അത് അന്നേ വരച്ചു തന്നിട്ടുള്ളതാണ്. ഈ കഷ്ടരാത്രിയിൽ എങ്ങനെ പോയി? അത് ആ ഫസ്റ്റ് ഡേയിൽ തന്നെ ദൂതന്റെ പക്കൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു വാക്ക് ദൂതനോട് പറഞ്ഞു. എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവന്റെ എല്ലാ വഴികളിലും നീ അവനെ കാത്തോണം. യെസ്, അവൻ കഷ്ടരാത്രിയിൽ കൂടെ പോകുമ്പോൾ നീ കൂടെ കണ്ടേക്കണം. അവന്റെ ജീവിത വ്യർത്ഥമാസം വരുമ്പോൾ നീ അവനോടുകൂടെ കണ്ടേക്കണം. അനർത്ഥങ്ങളുടെ സംവത്സരങ്ങൾ അവനെ വേട്ടയാടുമ്പോൾ നീ അവനോടുകൂടെ കണ്ടേക്കണം. അവൻ തീയിൽ കൂടെ പോകുമ്പോൾ നീ അവനോടുകൂടെ ഇരിക്കണം. വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ നീ അവനോടുകൂടെ കാണണം. മരണത്താഴ്വരയിൽ പോകുമ്പോൾ അവൻ നിന്നോടുകൂടെ നീ അവനോടുകൂടെ കാണണം. അവൻ ആകാശത്തോളം ഉയരുമ്പോൾ നീ അവനോടുകൂടെ കാണണം. അവൻ പാതാളത്തിൽ കിടക്കവിരിക്കുമ്പോഴും നീ അവനോടുകൂടെ കാണണം. ഒരു ദൂതൻ സഹസഞ്ചാരിയായി നമ്മോടുകൂടെയുണ്ട്. നമ്മുടെ നീതിയോ നമ്മുടെ വിശുദ്ധിയോ നമ്മുടെ പ്രാർത്ഥനയോ അല്ല, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് ഒരു ദൂതൻ രാപ്പകൽ നമ്മെ സൂക്ഷിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അയാൾ ദൂതനെ എപ്പോഴും നമ്മുടെ കൂടെ കാണും. ദൈവമക്കൾ, നമ്മൾ കണ്ടിട്ടില്ലെന്നുള്ളത് സത്യമാണ്. ദൂതനെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ചിലര് പിശാചിനെയൊക്കെ കാണാറുണ്ട്. ദൂതനെ കണ്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ദൂതൻ നിങ്ങളെ അടുക്കൽ വരും. ദൂതൻ നിങ്ങളോടൊപ്പം നടക്കും. 2 ചിറകുള്ളൊരു ദൂതനായിട്ട് വന്നാലേ നിങ്ങൾക്ക് അദ്ദേഹത്തെ പിടികിട്ടത്തുള്ളൂ.
ചിറകുള്ള ദൂതനായിട്ടൊന്നും വരത്തില്ല. ചിലപ്പം ഭിക്ഷക്കാരനായിട്ടൊക്കെ നമ്മുടെ അടുക്ക വരും, നമ്മളോട് സംസാരിക്കും. ഞാനൊരിക്കലേ കുറെ കാലങ്ങൾക്ക് മുൻപ് ഞാൻ രോഗിയായിരുന്നു. ആ രോഗാവസ്ഥയിലിരിക്കുക ഞാൻ വളരെ ബലഹീനനായി. എന്റെ ഓർമ്മ പോയി, ശബ്ദമടച്ചു, എനിക്ക് എഴുന്നേറ്റ് ഹോളിലേക്ക് നടക്കാൻ വയ്യ. അപ്പൊ ഞാനോർത്ത് എന്റെ മരണനാൾ അടുത്തു. ദൈവം തമ്പുരാൻ ചെയ്ത നന്മയ്ക്കൊക്കെ നന്ദി പറഞ്ഞേ ചിരിക്കുക. ഒരു ദിവസം ഒരു മനുഷ്യൻ അവിടെ കയറി വന്നു, ഒരു വല്യപ്പൻ. ഞാൻ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അടുക്കൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാനെന്ന് കാണാൻ വന്നതാണ്. അപ്പൊ അയാളുടെ ആ നിപ്പും പടുതിയൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്തോ രാവിലെ കോളും കൊണ്ട് വരികയാണ്. ഞാൻ പതിയെ ഗ്രില്ലിന്റെ അവിടോട്ട് ചെന്നിട്ട് നേരെ നിന്നു. കണ്ടോ, എന്റെ ഹൈറ്റ് പറഞ്ഞു 5 അടി 8 ഇഞ്ചാണ്, തൂക്കം 76 കിലോയാണ്, വയസ്സ് ഇത്രാണ്. ഇനി വല്ലതും അറിയാനുണ്ടോ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു എനിക്ക് 84 വയസ്സുള്ള ഒരു വയോധ്യനാണ്, എന്നോട് ഇങ്ങനാണോ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തിനാണ് 84 വയസ്സ് വരെ ജീവിച്ചത്? 80ാമത്തെ വയസ്സിൽ ചത്തുകൂടായിരുന്നു. ഇങ്ങനെ തന്നെ കഴിച്ചും കുടിച്ചും വട്ടം കറങ്ങിയാണെന്ന് വെച്ച് ഞാനിപ്പോ ഇങ്ങനെ വയസ്സുമായിട്ട് എന്താ ബന്ധം? എനിക്കെന്തിനാ അത് കേൾക്കുന്നതെന്ന് ചോദിച്ചു. എന്നെ കുറെ നേരം തുറിച്ചു നോക്കി. ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാനിവിടോട്ടൊന്ന് ഇരുന്നോട്ടെ? അപ്പൊ ഞാൻ പറഞ്ഞു ഇരുന്നോ. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും തരാമോ? ഞാൻ കൂടെയുള്ള പയ്യനോട് പറഞ്ഞു കുടിക്കാൻ മേടിച്ചു കൊടുക്കും. ഞാനിങ്ങനെ മലയാള മനോരമ നോർത്ത് നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. ചില കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ബൈബിളിൽ ഏറ്റവും ദുഃഖിച്ച പ്രവാചകൻ ആരാണെന്നറിയാമോ? ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടാ. അത് യിരെമ്യാവാണ്. യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാവ് ദുഃഖിച്ചപ്പോഴൊക്കെയും യഹോവയുടെ അരുളപ്പാടുണ്ടായി. ഞാൻ ഞെട്ടിപ്പോയി. ഇദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു. യിരെമ്യാവ് ദുഃഖിച്ചപ്പോഴൊക്കെയും യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ നീതി നിമിത്തം ഒരുപാട് ദുഃഖിച്ചു. അടുത്ത ചോദ്യം, ദുഃഖിച്ചിരിക്കുകയാണോ? അയ്യോ, ഞാൻ പറഞ്ഞല്ല, അരുത്, ദുഃഖിച്ചൊന്നും ഇരിക്കരുത്. അതൊന്നും യജമാനന് ഇഷ്ടമല്ല. അധികത്തിൽ വിശ്വസ്തനായിരിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക, അധികത്തിൽ വിശ്വസ്തനായിരിക്കാൻ ഭൂതലത്തിൽ ആർക്കും ബുദ്ധിമുട്ടില്ല. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെയാണ് യജമാനന് ആവശ്യം. എനിക്കൊന്നും മനസ്സിലായില്ല. അത് ബൈബിളിൽ യേശു പറഞ്ഞ വാക്കാണല്ലോ. ഞാൻ ചിന്തിച്ചു വെച്ചിരുന്നത് ഈ ഭൂമിയിൽ നമ്മളെ ഏൽപ്പിച്ച കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങ് വിശ്വസ്തരായിരുന്നാൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരു സിംഹാസനത്തിന്റെ മേളിൽ ഒന്നുകൂടി ഇട്ടു തരുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞെന്നറിയാമോ, അധികത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ആരോഗ്യമുള്ള ശരീരം, സമൃദ്ധിയായ ജീവിതം, എല്ലാ ശുശ്രൂഷയുണ്ട്, എല്ലാവരും അച്ചായോ അപ്പച്ചോ എന്ന് വിളിക്കുകയാണ്. ആ സമയത്ത് വിശ്വസ്തത സൂക്ഷിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട് ശുശ്രൂഷയില്ലാതെ ഏകാന്തതയിൽ സ്നേഹിച്ചവരെല്ലാം നിന്ദിച്ച് നല്ല കാര്യം പറഞ്ഞവർ ദോഷകാര്യം പറയുമ്പോൾ യജമാനെതിരെ പറയാതെ അതരമടച്ച് മൗനമായിരിക്കാൻ കഴിയുന്നവൻ ആരാണോ അവനാണ് വിശ്വസ്തൻ. അധികത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ ആർക്കും ബുദ്ധിമുട്ടില്ല. പക്ഷെ അല്പത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാതെ ദൈവമക്കളെ ഒക്കുമോ? നിങ്ങളോട് തന്നെ ചോദിച്ചാട്ട്, അധികത്തിൽ വിശ്വസ്തത സൂക്ഷിക്കാൻ എന്ത് ബുദ്ധിമുട്ട്? എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, സിസ്റ്റേഴ്സ് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു, വസ്ത്രം മനോഹരമായി അലക്കി തരുന്നു, രാപ്പകൽ കൂടാതെ യാത്ര ചെയ്ത് പ്രസംഗിക്കുന്നു, എല്ലാവരും സ്നേഹിക്കുന്നു, എല്ലാവരും ആദരിക്കുന്നു. എനിക്ക് എന്റെ വിശ്വസ്തത സൂക്ഷിക്കാൻ എന്ത് ബുദ്ധിമുട്ട്? എന്നാൽ സ്നേഹിച്ചവരെല്ലാം തള്ളി, സ്നേഹിച്ചവരെല്ലാം നിന്ദിച്ച്, മാനിച്ചവരെല്ലാം ഉപദ്രവിച്ച്, എല്ലാം നഷ്ടപ്പെട്ട് ഒരു മൂലെ നമ്മളെ കൊണ്ടുപോയി ഇരുത്തുമ്പോൾ വിശ്വസ്തത സൂക്ഷിക്കാമോ? എന്നോടാ വല്യപ്പൻ ചോദിച്ചേച്ചു പോയത്. വിശ്വസ്തത സൂക്ഷിക്കാമോ? എന്നാൽ അധികത്തിന് വിചാരകനാക്കും. എനിക്കൊന്നും മനസ്സിലാകാതിരുന്നു. അടുത്തത്, ഇപ്പോൾ പ്രാകാരത്തെക്കുറിച്ചായിരിക്കും പ്രസംഗിക്കുന്നതല്ലേ? ഇനി വിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും അതിവിശുദ്ധ സ്ഥലത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ വിചാരകനാക്കി മാറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ചിന്തിച്ചത് സ്വർഗത്തിൽ ഏതോ സ്ഥാനം കിട്ടുമെന്നല്ല. ഇപ്പോൾ ഇദ്ദേഹം ആയിരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആഴത്തിലുള്ള വിഷയം പ്രസംഗിക്കാൻ പ്രാപ്തി തരുമെന്നാണ് അതിന്റെ അർത്ഥമെന്ന് പറഞ്ഞു. പോകാൻ നേരം എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യണം. ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യണം. വർഷം 365 നന്മ ചെയ്യാം. വല്യപ്പൻ എന്നോട് പറയുക, ദിവസം 365 നന്മ ചെയ്യാം. ഒരു വർഷം 365 നന്മ ചെയ്താൽ ഓർത്തു നോക്കൂ, ഇദ്ദേഹം മരിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ എത്രയോ വർഷം ചെയ്ത നന്മകളുടെ ഒരു കൂമ്പാരം കാണും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശു മോനേന്ന് വിളിക്കും. എന്നോട് പറയുക, എന്റെ ഉള്ളം വിറച്ചുപോയി. മോനേന്ന് വിളിക്കും. നിനക്ക് ഞാനൊരു പ്രത്യേക സ്ഥലം തരാം, നീ വന്നാട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റു. ഞാനിങ്ങനെ തുറിച്ചു നോക്കി, ഞാൻ പോയിക്കോട്ടെ എന്ന് വിളിച്ചു. താനങ്ങ് ഇറങ്ങിപ്പോയി. ഞാനൊരു 100 രൂപ കൊണ്ട് കൊടുത്തു. അതിങ്ങനെ നോർത്ത് നോക്കി എന്റെ മുമ്പിൽ വെച്ച്. ശരി, ഞാൻ പോയിക്കോട്ടെ എന്ന് പോയി.
ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അന്നൊന്നും എനിക്ക് അതിന്റെ പ്രാധാന്യം തോന്നിയില്ല. നാളുകൾക്ക് ശേഷം ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, ആരാണ് നിന്നോട് ഇത് പറഞ്ഞത്? ആരാണ് നിന്നോട് പറഞ്ഞത്? അധികത്തിൽ വിശ്വസ്തത സൂക്ഷിപ്പാൻ ബുദ്ധിമുട്ടില്ലെന്നും, അല്പനായിരിക്കുമ്പോൾ, എല്ലാം തകർക്കുമ്പോൾ, എല്ലാം നഷ്ടപ്പെടുമ്പോൾ വിശ്വസ്തത സൂക്ഷിക്കുന്നതാണ് വലുതെന്നും, ഒരു നാൾ ഒരു മനുഷ്യന് ഒരു നന്മ ചെയ്യണമെന്നും, ആയുസ് തികഞ്ഞ് നിത്യതയിലെത്തുമ്പോൾ നന്മയുടെ കൂമ്പാരം വരുമെന്നും ആരാണ് പറഞ്ഞത്? ഞാൻ അമ്പരന്ന് പോയി. പാസ്റ്റർമാരുടെ പ്രസംഗമൊന്നും ഞാൻ കേട്ടതല്ല, ഒരു ഇംഗ്ലീഷുകാരുടെയും ബുക്കുകളിൽ വായിച്ചതല്ല. വയോധ്യനായ ഒരുവൻ എന്റെ അടുക്കൽ വന്നിട്ട് പോയി. ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വന്നേച്ച് എന്നോട് വാക്ക് പറഞ്ഞു, പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടണമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താണ്? അത് സ്വർഗത്തിൽ ദൂതന്മാർ പാടുന്ന പാട്ടാണ്. ഇന്നലെ രാത്രി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, സ്വർഗത്തിൽ ദൂതന്മാർ പാടുന്ന പാട്ടാണ്. ആ പാട്ട് നമ്മളും കൂടെ ചേർന്ന് പാടണം. അത് സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമാണ്. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ നമ്മൾ പാടണം. പാടണ്ടേന്നറിയാമോ? കുഞ്ഞാടേ, നീ യോഗ്യൻ, നീ യോഗ്യൻ, നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ മുദ്രകളെ പൊട്ടിപ്പോൻ യോഗ്യൻ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ടാണ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയെന്ന് പറഞ്ഞ് പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ദൈവത്തെ സ്തുതിക്കണം. ഇത്രയും പറഞ്ഞേച്ചങ്ങ് പോയി. ഞാൻ പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. ദൈവമക്കളെ, ചില സാഹചര്യങ്ങളിൽ നമ്മുടെ അടുക്കൽ വരും, നമ്മളോട് സംസാരിക്കും, വഴിയാത്രക്കാരെ പോലെ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ സ്വർഗത്തിലെ പരിശുദ്ധ പിതാവ് ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, ആ യേശു നിനക്ക് നീതിയായി തീർന്നപ്പോൾ, യേശു നിനക്ക് വീണ്ടെടുപ്പായപ്പോൾ, യേശു നിന്റെ ശുദ്ധീകരണമായപ്പോൾ, യേശു നിന്റെ ജ്ഞാനമായപ്പോൾ, നിന്റെ പരിശുദ്ധ പിതാവ് ബലവാനായ ഒരു ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്, നീ ഉറങ്ങുമ്പോൾ, നീ വാഹനം ഓടിക്കുമ്പോൾ, നീ കഷ്ടതയിൽ പോകുമ്പോൾ, വ്യർത്ഥമാസം ജീവിതത്തിൽ നേരിടുമ്പോൾ, അനർത്ഥങ്ങളുടെ സംവത്സരങ്ങൾ വരുമ്പോൾ, എന്റെ ദൈവമേ, ഞാൻ ഏകനല്ല, ബലവാനായ ഒരു ദൂതൻ എന്നോട് കൂടെയുണ്ട്. എന്റെ തലമുടി നാരെ തൊടുവാൻ സാത്താന് കഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കാട്ട്, ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ആകയാൽ ഓർത്തുകൊള്ളണം ദൈവമക്കളെ, ദൈവനീതിയുടെ ഭാഗമാണ് നമ്മുടെ പഠന വിഷയം. അപ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നീതി നമ്മിലേക്ക് വന്നു. നാം ധരിച്ച നീതി ഒരു വസ്ത്രത്തിന് തുല്യമായി ധരിച്ചു. നാം അണിഞ്ഞ കവചം നീതി ഒരു കവചം എന്ന വണ്ണം നമ്മൾ അണിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നീതിമാനായി ജനിച്ച ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന് ബൈബിൾ പറയുമ്പോൾ എങ്ങനെ നമുക്ക് നീതിയെ സ്വന്തമാക്കി തീർക്കാം? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിന് 4 നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഒന്നാമതായി, എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ടാണ് അനേകരെ നീതിയിലേക്ക് നടത്തുന്നത്. വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ മനുഷ്യാവതാരമെടുത്തതാണ് ലോകത്തിൽ വരുന്നതിന് 700ഓളം വർഷങ്ങൾക്കപ്പുറം യെരുശലേമിൽ ജീവിച്ച ഇസ്രായേൽ പ്രവാചകണത്തിൽ ഒരുവനായ യെശയ്യാവ് മശിഹായുടെ ഗെത്സമന തുടങ്ങി ഗോൽഗോഥ വരെയുള്ള പീഡനം കണ്ടിട്ട് തന്റെ പ്രവചന ചുരുളിൽ എഴുതി വെച്ചു, എന്റെ പരിശുദ്ധദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് അനേകരെ നീതിയിലേക്ക് നടത്തും. വാക്യൊന്ന് വായിച്ചാട്ട്. 53:11. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നമ്മളെ ആരാണ് നീതീകരിക്കുന്നത്? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ലെന്ന് ബൈബിൾ പറഞ്ഞില്ലേ? മുൻകണ്ടവരെ വിളിച്ചെന്നും വിളിച്ചവരെ നീതീകരിച്ചെന്നും ബൈബിൾ പറയുന്നില്ലേ? ഭക്തനായ ദാവീദ് പറഞ്ഞില്ലേ, നിന്റെ നാമനിമിത്തം എന്നെ നീതിയുടെ പാതയിൽ നടത്താൻ. ജന്മം കൊണ്ട് നീതിമാനില്ലെങ്കിൽ എങ്ങനെ അവന് നീതി പ്രാപിക്കാം? നീതി അവന്റെ കവചമാണ്. നീതി യേശു മുഖാന്തരം അവൻ നീതിയിലേക്ക് വരികയാണ്. നീതി ഒരു അങ്കി പോലെ ധരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ദാസനെന്ന് ബൈബിൾ വിശേഷിപ്പിച്ച നമ്മുടെ യേശുവിന്റെ കഷ്ടതയാണ്. ഒന്നുകൂടെ വായിച്ചാട്ട്. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എന്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. നമ്മുടെ കർത്താവായ യേശുവിന്റെ പരിജ്ഞാനമാണ് എന്റെയും നിങ്ങളുടെയും നീതിയുടെ പിന്നിൽ. നമ്മളാരും ജന്മനാൽ നീതിമാന്മാരല്ല. മശിഹായുടെ പരിജ്ഞാനം, വേദപുസ്തകം നിങ്ങൾ പഠിച്ചാൽ ദൈവപരിജ്ഞാനത്തിന്റെ മനോഹരമായൊരു ചിത്രമാണ് നമ്മുടെ മശിഹായുടെ ക്രൂശീകരണം. ഗെത്സമന തുടങ്ങി ഗോൽഗോഥ വരെ
യേശു കഷ്ടത അനുഭവിച്ചു. ആ കഷ്ടതയാണ് എന്നെയും നിങ്ങളെയും നീതിയിലേക്ക് നടത്തിയത്. മനുഷ്യ ബുദ്ധി കൊണ്ടൊന്നും കർത്താവായ യേശുവിന്റെ കഷ്ടതയുടെ ആഴം നമുക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല ദൈവമക്കളെ. അത്ര വലിയ കഷ്ടതയാണ് യേശു അനുഭവിച്ചത്. കർത്താവായ യേശുവിന്റെ കഷ്ടതയുടെ ഒന്നാം വശം അത് ഗെത്സമനയിലായിരുന്നു. പാതാള ഗോപുരങ്ങൾ ഇളകി മറിഞ്ഞ് നമ്മുടെ രക്ഷകനോട് അവൻ യുദ്ധം ചെയ്തു. രക്ഷകന്റെ രണ്ടാമത്തെ കഷ്ടത പീലാത്തോസിന്റെ അരമനയിലായിരുന്നു. അത് മനുഷ്യന്റെ നിന്ദയാണ്. അവന്റെ പരിജ്ഞാനം കൊണ്ടാണ് എന്ത് നമ്മെ നീതീകരിച്ചത്. നമ്മുടെ മർത്തോമായിലെ ഒരു വലിയ തിരുമേനിയുണ്ട്, ക്രിസ്റ്റോസം. അദ്ദേഹം ഒരിക്കലൊരു മാഗസിൻ മീറ്റിംഗിന്, മാസികയുടെ മീറ്റിംഗ് കൂടുമ്പോൾ അദ്ദേഹം അതിനകത്തുണ്ട്. നമ്മുടെ പാസ്റ്റേഴ്സ് പലരും അതിൽ പങ്കെടുത്തിരുന്നു. ഒരു വാർഷിക മീറ്റിംഗില് ഇതിങ്ങനെ ഓരോരുത്തർക്ക് പ്രസംഗ വിഷയം മശിഹാ തമ്പുരാന്റെ അനുസരണം എന്നുള്ളതാണ്. നമ്മുടെ പരേതനായ പാസ്റ്റർ ജോയി തോമസ് ഒക്കെ അന്ന് പങ്കെടുത്തിരുന്നു. എല്ലാവരും മശിഹായുടെ അനുസരണത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അധ്യക്ഷനായിരുന്ന ബഹുമാനപ്പെട്ട ക്രിസ്റ്റോസം തിരുമേനി അവസാനം എഴുന്നേറ്റിട്ട് പ്രസംഗിച്ചു, നമ്മുടെ കർത്താവായ യേശുവിന്റെ അനുസരണക്കേടുകൊണ്ടാണ് നമുക്ക് ഗുണം വന്നത്. എല്ലാവരും കൂടെ ചിരിയോട് ചിരി. ഇതെന്താണ് അച്ഛൻ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നത്? എല്ലാ പാസ്റ്റർമാരും യേശു അനുസരിച്ചു, അനുസരണം കൊണ്ടാണ്, ആ അനുസരണ നിമിത്തമാണ് നമ്മളൊക്കെ നീതീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞു. വലിയ തിരുമേനി അവസാനം എഴുന്നേറ്റു പറഞ്ഞു, പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുവിന്റെ അനുസരണക്കേട്, അവന്റെ അനുസരണക്കേടാണ് നമ്മളെയൊക്കെ നല്ലവരാക്കിയത്. കേട്ടവർക്ക് എല്ലാവർക്കും അത്ഭുതം തോന്നി. അവസാനം അത് അദ്ദേഹം അതിന്റെ വിവർത്തനം പറഞ്ഞു. കാര്യം മശിഹാ തമ്പുരാൻ ക്രൂശിൽ കിടക്കുമ്പോൾ അന്നത്തെ വലിയ മെത്രാനായ കയ്യാഫാവി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നീ ദൈവോത്രനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അനുസരിച്ച് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നതിന്റെ ആഴം പിടിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, അന്നത്തെ ഏറ്റവും വലിയ മെത്രാനായ കയ്യാഫാവി എന്ന് പറഞ്ഞു, എടാ നീ ക്രൂശിൽ കിടക്കുന്നുവോ, നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാ. അനുസരിച്ച് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മളാരും നീതീകരിക്കപ്പെടത്തില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നത്തെ പള്ളിയിലെ വലിയ മെത്രാനെ അനുസരിക്കാഞ്ഞതുകൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഗുണം വന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ നീതീകരണത്തിന്റെ പിന്നിൽ ആരുണ്ട്? മശിഹായുടെ കഷ്ടത. ഒന്നോർത്താട്ട് ദൈവമക്കളെ, ഗെത്സമന തുടങ്ങി ഗോൽഗോത്തായോളം മശിഹാ തമ്പുരാൻ കഷ്ടം അനുഭവിച്ച് ശരീരമാസകലനം അടിയേറ്റ് തലയിൽ 156 മുള്ളുകൊണ്ടുള്ള ഒരു കിരീടം വെച്ച് മുതുകുഴപിച്ചാലുപോലെ കീറി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവന്റെ കൈകാലുകൾ ആണികൾ കേൾപ്പിക്കപ്പെട്ട് അർത്ഥനഗ്നനായി അവൻ പ്രാണനെ വിടുമ്പോൾ എന്റെയും നിങ്ങളുടെയും നീതീകരണം പരിശുദ്ധ പിതാവ് യേശുവിൽ കണ്ടു. എന്റെയും നിങ്ങളുടെയും നീതീകരണത്തിന്റെ പിന്നിൽ എന്റെ രക്ഷകന്റെ കഷ്ടത എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അങ്ങനാണെങ്കിൽ കർത്താവിന്റെ കഷ്ടതയാണ് എന്റെ നീതീകരണത്തിന്റെ പിന്നിൽ. മുൻകണ്ടവരെ വിളിച്ചു. അപ്പോൾ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചത്, ദൈവമേ, നിന്റെ നാമനിമിത്തം എന്നെ നീതിയുടെ പാതയിൽ ഒന്ന് നടത്തണം. നീതി പാതയിൽ നടക്കപ്പെടണമെങ്കിൽ കർത്താവായ യേശു തന്റെ പരിജ്ഞാനത്താലാണ് ഈ നീതിയുടെ പാത തുറന്നു തന്നത്. രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് കടന്നു പോകാം. രണ്ടാമത് നീതീകരിക്കപ്പെടാനുള്ള പദ്ധതി വിശ്വാസമാണ്. റോമാലേഖനം 5-ാം അധ്യായം പ്രാരംഭ വരികൾ വായിച്ചു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നീതീകരണത്തിന്റെ രണ്ടാമത്തെ വശം. ഒന്ന്, മശിഹായുടെ ക്രൂശ് മരണം. എന്റെ ദാസൻ തന്റെ പരിജ്ഞാനത്താൽ അനേകരെ നീതിയിലേക്ക് നടത്തി. രണ്ടാമത്തെ വാക്കിപ്പോൾ വായിച്ചു കേൾക്കുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ആ വിശ്വാസം ദൈവം നീതിയായി കണക്കിട്ടു. ലോകത്തിൽ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നു. അവരുടെ വിശ്വാസം ദൈവം നീതിയായി കണക്കിടുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അവനെ തരുവാൻ പിതാവ് ലോകത്തെ സ്നേഹിച്ചു എന്നാണ്. ആകയാൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ആരും ആയിക്കൊള്ളട്ടെ, അവൻ നീതീകരിക്കപ്പെടും. വലിയവനോ ചെറിയവനോ കൂടിയവനോ കുറഞ്ഞവനോ ഇതൊന്നും വ്യത്യാസമില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നീതീകരിക്കപ്പെടും. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. നീതീകരണത്തിന്റെ അടുത്ത വശം ദൈവത്തിന്റെ കൃപയാണ് ദൈവമക്കളെ. റോമാലേഖനം തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാം വാക്യം വായിച്ചാൽ, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് എങ്ങനെ നീതിമാനായി തീരാം?
നീതി ഒരു വസ്ത്രം പോലെയും നീതി ഒരു കവചം പോലെയും നാം ധരിച്ചല്ലോ. എന്താണ് ഈ നീതീകരണത്തിന്റെ പിന്നിൽ? ഒന്ന്, പരിശുദ്ധ ദാസനായ യേശു ഗെത്സമന തുടങ്ങി ഗോൽഗോത്ത വരെ അനുഭവിച്ച കഷ്ടതയാണ് നമ്മെ നീതീകരിച്ചത്. രണ്ട്, ഏകജാതനായ പുത്രനിൽ അല്ലെങ്കിൽ യേശുവിന്റെ മരണത്തിലും അവന്റെ പുനരുത്ഥാനത്തിലും അവന്റെ മടങ്ങിവരവിലും അവൻ മുഖാന്തരം ഒരുക്കുന്ന നിത്യതയിലുമുള്ള ആഴമേറിയ വിശ്വാസമാണ് നമ്മെ നീതീകരിച്ചത്. മൂന്നാമതായി പൗലോസ് പറയുന്നു, നീതീകരണത്തിന്റെ മൂന്നാമത്തെ വശം അത് ദൈവത്തിന്റെ കൃപയാലാണ്. നിങ്ങൾ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാൽ വീണ്ടും നീതീകരണത്തിന്റെ നാലാം വശം നോക്കുമ്പോൾ റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, യേശുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. വായിച്ചാൽ, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ, അവന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. നീതിമാൻ ആരുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ലെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ മുൻകണ്ടവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ ദൈവം ഓരോ ദിനത്തിലും തേജസ്കരിച്ചുകൊണ്ടേയിരിക്കുന്നു. നീതിമാനല്ലാതെ ജനിച്ചൊരുവൻ നീതിക്ക് അവകാശിയായി നിത്യതയിൽ പോകുന്നതിന്റെ പിന്നിൽ യേശുവിന്റെ ക്രൂശ് മരണവും അവനോട് സ്വർഗം കാണിച്ച ദൈവകൃപയും അവന്റെ ഹൃദയത്തിലുള്ള ആഴമായ വിശ്വാസവും അതിലുപരി മശിഹാ തമ്പുരാന്റെ പരിശുദ്ധ രക്തവുമാണ്. ഇത്രയും കാര്യം ചേർന്ന് നമ്മൾ നീതീകരിക്കപ്പെടത്തുള്ളൂ ദൈവമക്കളെ. ഇന്ന് ലോകത്തിൽ നീതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ ഇത്രയും കാര്യം ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യുന്ന നീതി മാത്രമേ സ്വർഗം അംഗീകരിക്കത്തുള്ളൂ. ചിലർ ഈ നീതി അംഗീകരിക്കാതെ സ്വന്തം നീതിയെ സ്ഥാപിക്കും. പൗലോസ് പറയുന്നു, ഇസ്രായേലിന് അല്ലെ യഹൂദന്മാർക്ക് യേശു ഇടർച്ചക്കല്ലായി. രഹസ്യം എന്തെന്നറിയാമോ? അവർ ദൈവത്തിലുള്ള വിശ്വാസത്താലുള്ള നീതി തേടാതെ അവരുടെ പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടാൻ ശ്രമിച്ചു. ഇന്ന് ലോകത്തിൽ എത്രയോ മനുഷ്യര് നീതീകരിക്കപ്പെടാൻ, നീതിമാന്മാരായി തീരാൻ ഭൂമിയിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു. അനാഥർക്ക് ഭക്ഷണം കൊടുക്കുന്നു, ദരിദ്രരെ സംരക്ഷിക്കുന്നു, പിന്നെ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, ചിലർ പുണ്യ സ്ഥലങ്ങളിൽ പോകുന്നു, ചിലർ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്നു. രഹസ്യം ഇത്രയേ ഉള്ളൂ, അവർക്കറിയാം നീതിമാനെ പർദീസ കിട്ടത്തുള്ളൂ എങ്ങനെങ്കിലും ഒന്ന് നീതീകരിക്കപ്പെടാൻ. ചിലർ യേശുവിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ ആലുവയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരിക്കൽ അവിടെ ഒരു ഓഫീസർ, ഇലക്ട്രിസിറ്റിയുടെ ആണോ അതോ ഇനി ഏതോ വില്ലേജിലെ ഏതോ ഒരു ഓഫീസറാണ്, അദ്ദേഹം അവിടേക്ക് കയറി വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ 8:10 എന്ന് പറഞ്ഞ് മിറ്റത്തൂടെ വരികയാണ്. ഞാനോർത്ത് ഞാൻ ഓടി ഇറങ്ങിച്ചെന്ന്, എന്ത് പറ്റി സാറേ, കാലേ ചെരുപ്പില്ലല്ലോ, മറന്നുപോയോ? അപ്പൊ അദ്ദേഹം എന്നോട് പറയാ, പാസ്റ്റർ ഇപ്പോൾ കഷ്ടാനുഭവം ആഴ്ചയാണല്ലോ, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാം, അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് ഞാൻ ചെരുപ്പിടാതെ നടക്കുക. എനിക്കത് കണ്ടപ്പം കഷ്ടം തോന്നി. 50-55 വയസ്സുള്ള റിട്ടയർമെന്റ് ആകാറായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം റോഡിൽ കൂടെ നട്ടാ വെയിലത്തെ അതിങ്ങനെ തപ്പി നടക്കുക, കാരണം കാലേ ചെരുപ്പില്ല. അപ്പോൾ ആ ആഴ്ച മുഴുവൻ ദുഃഖവെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയൊക്കെ ആണല്ലോ. അപ്പൊ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് സഹിച്ചേക്കാമെന്നോർത്ത് കാലിലെ പാരകൻ ചെരുപ്പ് കളഞ്ഞേച്ച് നാഷണൽ ഹൈവേ നടക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോകണം. നീതിക്കായി എന്തെല്ലാം ചെയ്തു കൂട്ടുന്നെന്നറിയാമോ? എങ്ങനെ നീതീകരിക്കപ്പെടും? എത്രയോ നന്മ മനുഷ്യൻ ചെയ്യുന്നു. ലോകത്തിൽ തന്നെ നമ്മൾ നോക്കിയാല് എന്ത് നന്മ ഭൂമിയിൽ ദരിദ്രരോട് ചെയ്യുന്നവരുണ്ടെന്നറിയാമോ? വളരെ ലഘുവായി ജീവിച്ച് മാസാവസാനം ശമ്പളം കിട്ടുമ്പോൾ തങ്ങൾക്ക് ലഘുവായി ജീവിച്ചുകൊണ്ട് ബാക്കി ധനം മുഴുവൻ ദരിദ്രർക്ക് കൊടുത്ത് നീതി തേടുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഈ നീതിയെല്ലാം നല്ലതാണ്, നീതി പ്രവൃത്തി നിങ്ങളെ പിൻഗമിക്കും. പക്ഷേ ഞാൻ പറയപ്പെട്ട ഈ 4 നീതി സ്വന്തമാക്കിയ ശേഷമേ ശേഷിപ്പുള്ള നീതി അംഗീകരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്നറിയാമോ? നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പണ്ടുണ്ടായിരുന്ന ഒരു ആഹാര രീതിയാണ് പുട്ട്, അല്ലേ? നല്ല ഇപ്പൊ പുതിയ തലമുറയ്ക്കൊന്നും വലിയ പരിചയം കാണത്തില്ല. അമ്മമാർ സാധാരണ പുട്ടുകുച്ചിയിൽ ഈ പുട്ടും തേങ്ങാപ്പീരിയൊക്കെ ഇട്ടിച്ച് നിറച്ചു വെച്ച് ആവിക്ക് വെച്ച് പുഴുങ്ങുമല്ലേ, പെട്ടെന്നുള്ള പരിപാടിയല്ലേ. അപ്പൊ ഈ പുട്ടിന്റെ ഈ പൊടി വാരി ഇടുന്നതിന് മുമ്പ് ഒരു സാധനം ഇടും, എന്താ അതിന്റെ പേരെന്ന് നിഞ്ഞൂടാ. ഞങ്ങളുടെ നാട്ടിൽ ചില്ലെന്ന് പറയും. ചില്ലെന്നാണോ? ഒരു കണ്ടിട്ടില്ല, അതിനകത്തൊരു ചില്ലെടുത്തിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പൊടി വാരി അതിനകത്ത് നിറയ്ക്കുന്നത്.
എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മ കുറെ കാലം ഞങ്ങളോടുകൂടെ ഇല്ലായിരുന്നു. ഒരു അത്യാവശ്യ കാര്യത്തിന് വിദേശത്ത് പോകേണ്ടി വന്നു, അമേരിക്കയിൽ. അപ്പൊ ഞാനൊരു കൊച്ചു പെങ്ങളേ ഉള്ളൂ. പുട്ടുണ്ടാക്കി പരിചയമൊന്നും ഇല്ലെങ്കിലും ഒരു ദിവസം അതിവേഗതയിൽ പോകാനുള്ള തിരക്ക് നിമിത്തം ഞാനും എന്റെ കൊച്ചു പെങ്ങളും കൂടി പുട്ടുണ്ടാക്കി, പ്രിയമുള്ളവരെ, ചില്ലിടാൻ മറന്നുപോയി. എന്തു പറയാനാ, ഒരു പാത്രത്തിലെ മുഴുവൻ അരിപ്പൊടിയും വാരിയിട്ടിട്ട് പുട്ടുകുറ്റി നിറയുന്നില്ല. ലാസ്റ്റല്ലേ സംഭവം പിടികിട്ടിയത്. ഞങ്ങൾ മാറി മാറി രണ്ടുപേരും കൂടെ പൊടി വാരിയിട്ട് പുട്ടുകുടം നിറഞ്ഞതല്ലാതെ പുട്ടുകുറ്റി നിറയുന്നില്ല. അവസാനം പദ്ധതി പാളി. കഴിക്കാതെ ഞാൻ ഒരിടത്ത്, പെങ്ങള് മറ്റൊരിടത്ത് പഠിക്കുക, ഞങ്ങൾ രണ്ടും രണ്ടു വഴിക്ക് പോയി. ഒരുപാട് നാള് ഞാൻ ചിന്തിച്ചുകൊണ്ട് നടന്നു. പിന്നാണ് മനസ്സിലാക്കിയത്, വല്യമ്മച്ചി ഇത് ചെയ്യുന്ന കണ്ടപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇതിനകത്തൊരു ചില്ല് ഇട്ടിട്ട ശേഷമേ പുട്ടുകുറ്റിക്കകത്ത് ഇതിനെ വാരിയിട്ടാ പ്രയോജനമുള്ളൂ. അതുപോലെ ദൈവമക്കളെ, കർത്താവായ യേശുവിൽ വിശ്വസിച്ച് നീതി പ്രാപിച്ചിട്ട് നീ തേങ്ങാപ്പീരയും പൊടിയും കൂടി ഇട്ടാലേ അവിടെ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതെല്ലാം ചലന്തി വല പോലെ. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, അവരുടെ പ്രവർത്തികൾ, അവരുടെ നീതി പ്രവർത്തികൾ ചലന്തി വല പോലെ അത്രേ. അത് വെയിലത്ത് വാടിപ്പോകുന്ന കരിയില പോലെയായി പോകും. നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമാണ്, നിങ്ങളാൽ ആവോളം ചെയ്താട്ട് ഏറ്റവും ചെറിയ കാര്യത്തിന് നിങ്ങൾക്ക് നന്മയുണ്ടാകും. ദരിദ്രനോട് ദയ കാണിച്ചാൽ ദൈവത്തിന്റെ കരുണ നിങ്ങളെ പിന്തുടരും. പക്ഷെ ഇത്രയും കാര്യം പ്രാപിച്ചിട്ടേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ നമ്മൾ പൊടിവാരിയിട്ട് ഈ ആയുസ് മുഴുവൻ പൊടിവാരിയിട്ടുകൊണ്ട് നടക്കും. നമ്മൾ കഴിക്കേണ്ട ആഹാരം വല്ലവർക്കും കൊടുക്കും, നമ്മൾ ഉടുക്കേണ്ട തുണി നാട്ടുകാർക്ക് കൊടുക്കും, നമ്മൾ കിടക്കേണ്ട വീട് നാട്ടുകാർ കയറി കിടക്കും, നമ്മൾ പിടിക്കേണ്ട കൊട അവൻ പിടിച്ചുകൊണ്ട് നടക്കും. സ്വർഗത്തിലെത്തുമ്പോൾ ഒന്നുമില്ലാത്തതായി പോകും. അത് വരരുത്. അതിനു മുൻപ് ദൈവത്തിങ്കൽ നിന്ന് നിങ്ങൾക്കൊരുക്കിയ കൃപ പ്രാപിക്കണം. യെശയ്യാ പ്രവാചകൻ പറഞ്ഞ വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അവരുടെ പ്രവർത്തികൾ അവർക്ക് വസ്ത്രമായി തീർന്നില്ല, അവരുടെ പ്രവർത്തികൾ അവർക്ക് പ്രയോജനമായി തീർന്നില്ല. അവരുടെ പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയും ചലന്തി നെയ്തെടുത്ത വല പോലെയുമായി പോയി. വായിച്ചാട്ടെ. ഞങ്ങൾ എല്ലാവരും അശുദ്ധനെ പോലെ ആയിത്തീർന്നു, ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ ഞങ്ങൾ എല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. അടുത്തത് ഞങ്ങളുടെ അകൃത്യങ്ങൾ. ശ്രദ്ധിക്കുക, പാപമോചനം പ്രാപിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവനീതിക്ക് നിങ്ങൾ അവകാശിയായി തീർന്ന ശേഷം നിങ്ങളിടുന്ന ഏറ്റവും ചെറിയ കാര്യവും സ്വർഗം അംഗീകരിച്ചുകൊണ്ടേയിരിക്കും. പലർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. ജൂലിയർ സീസറിന്റെ കാലത്ത് തന്റെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു ചെറിയ നാട്ടുരാജ്യമുണ്ട്. ആ രാജ്യത്തിൽ ഒരു രാജാവുണ്ട്. അവനെ കീഴടക്കാൻ ഒക്കത്തില്ല. അവൻ ഈ രാജാവിന്റെ ഒരു അകന്ന ബന്ധുവാണ്. അവനെ കൊന്നുമുടിക്കാൻ ജൂലിയറിന് താല്പര്യവും ഇല്ല. എന്നാൽ ഇവൻ ഇങ്ങനെ രാപ്പകൽ ജൂലിയറിനോട് യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രശ്നം രൂക്ഷമായി. ഇങ്ങനെ ഇരിക്കുന്ന ഒരു നാളിൽ തനിക്ക് എവിടെ നിന്നോ ഒരു യുദ്ധത്തില് ഈ നാട്ടുരാജാവിനൊരു മനോഹരമായ രത്നം ലഭിച്ചു. ഈ രത്നവുമായി താൻ തന്റെ സൈനികനെ രാജാവിന്റെ അടുക്കൽ അയച്ചു. രാജാവ് കണ്ടപ്പോൾ അമ്പരന്നു പോയി. സൂര്യപ്രഭ വെട്ടിത്തിളങ്ങുന്ന മനോഹരമായ രത്നമാണ്. പ്രഭു, അങ്ങയ്ക്ക് തരുവാൻ എന്റെ രാജാവ് തന്നയച്ചതാണ്. ജൂലിയർ അത് കൈനീട്ടി വാങ്ങിയിട്ട് പറഞ്ഞു, അവൻ എനിക്ക് തന്ന ഈ രത്നത്തിൽ ഞാൻ സന്തുഷ്ടനാണ്. എന്റെ ജന്മത്തിൽ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. ഇതുകൊണ്ട് അവനൊരു കിരീടം പണിയാതെ, അവന്റെ കൊട്ടാരത്തിൽ സൂക്ഷിക്കാതെ അവൻ എനിക്കിത് തന്നല്ലോ, എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നീ ഇത് തിരികെ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞാട്ട് അവൻ എനിക്ക് രത്നം തരുന്നതിനേക്കാൾ വലുത് അവൻ എന്റെ ശത്രു എന്നുള്ള അവസ്ഥ വിട്ട് അവൻ എന്റെ മിത്രമായി തീരാൻ അവനോട് പറഞ്ഞാട്ട്. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മൾ പാപം ചെയ്ത് പ്രാകൃതം ചെയ്ത് ദൈവനീതിക്ക് അന്യമായി ജീവിച്ചോണ്ട് നമ്മൾ 4 പേർക്ക് റേഷൻ അരി മേടിച്ചു കൊടുത്താലൊന്നും നമ്മൾ മേളിലോട്ട് പോകത്തില്ല. ദൈവമക്കളെ, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിഞ്ഞാട്ട് നല്ല കാര്യമാണ്, ചെയ്യാവുന്നിടത്തോളം ചെയ്താട്ട്. ഒരു ദിവസം ഞാനും നിങ്ങളോട് പറയുകയാണ്, ഒരു മനുഷ്യനെങ്കിലും ഒരു നന്മ ചെയ്താട്ട് സ്വർഗത്തിലെത്തുമ്പോൾ ഒരു വലിയ കൂമ്പാരം കാണൂ. പക്ഷെ നന്മയ്ക്ക് മുൻപ് പ്രാപിക്കേണ്ടത് പ്രാപിച്ചാട്ട്. ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമുണ്ടോ? ചിലർക്ക് എത്ര വലിയ ആഴത്തിലുള്ള അറിവുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ ഒരു വിദ്വാൻ, ഒരു സ്നേഹിതൻ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കും. ആരോ ഒരിക്കലും ഒരു നാട്ടുംപുറത്ത് കേട്ടു, 8 അടി മൂർഖൻ എന്ന് പറയുന്ന പാമ്പ് കടിച്ചാലേ 8 അടി നടക്കുമ്പോഴത്തേക്ക് മനുഷ്യൻ വീണി ചത്തുപോകും. അപ്പൊ ഒരുത്തൻ ഇങ്ങനെ തെരുവിൽ കൂടെ പോകുമ്പോ അവനെ ഒരു പാമ്പ് കയറി കടിച്ചു. ആരാണ്ട് പറഞ്ഞോടാ, 8 അടി മൂർഖനാണ്, 8 അടി നടന്നാൽ നീ വീണി ചാവുമെന്നു. അപ്പോഴേക്കും 7 അടി നടന്നു കഴിഞ്ഞു. പിന്നെ അവനൊരു ഓട്ടോ പിടിച്ച് വീട്ടിൽ പോയി. 8 അടി നടന്നാലല്ലേ ചാകത്തുള്ളോ? വേണ്ട, 7 അടി നടന്നേ ചോട്ടോ പിടിച്ചോളാം. ചിലർ അറിവിതാണ്, അറിവ് ഭയങ്കര അറിവാ.
പക്ഷെ ആ അറിവിന്റെ ആഴം അറിഞ്ഞുകൂടാ. എടാ, നീ 8 അടി നടക്കുമ്പോൾ നീ ചത്തുപോന്ന് പറഞ്ഞതിന് വേണ്ട 7 അടി നടന്നോളാം. പിന്നെ ഒരു ഓട്ടോ ഫോൺ ചെയ്ത് ഓട്ടോ വിളിച്ച് ഓട്ടോയിൽ കയറി പോവുക. ഇതുപോലെ ദൈവമക്കളെ, നീതി നല്ലതാണ്, നല്ല കാര്യമാണ്. നമ്മളാൽ ആവുകോളം ചെയ്താട്ട്, ദരിദ്രനോട് ദയ ചെയ്താട്ട്. പക്ഷേ നിങ്ങളുടെ പ്രവൃത്തി കരപുരണ്ട തുണി പോലെയും ഉണങ്ങി വാടിപ്പോകുന്ന ഇല പോലെയും ചെലന്തി നെയ്തെടുത്ത വല പോലെയും ആകാതിരിക്കാൻ നിങ്ങളുടെ പരിശുദ്ധ പിതാവ് സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹായെ ലോകത്തിൽ അയക്കുമ്പോൾ അവൻ നിന്റെ നീതിയാണ്, അവൻ നിന്റെ വീണ്ടെടുപ്പാണ്, അവൻ നിന്റെ ശുദ്ധീകരണമാണ്. അതിലുപരി അവൻ നിന്റെ ജ്ഞാനമാണ്. നീ ആരാണെന്നുള്ളതല്ല ദൈവത്തിന് അറിയേണ്ടത്, നീ യേശു നിനക്കാരായി എന്നുള്ളത് അറിയണം. ഇന്ന് രാത്രി യേശു നമ്മുടെ നീതിയാകട്ടെ. അവനെ നമുക്ക് ധരിക്കാം, അവന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കാം, അവനിൽ നമുക്ക് വിശ്വസിക്കാം, അവന്റെ ക്രൂശ് മരണത്തെ നമുക്ക് അനുഗമിക്കാം. സ്വർഗം നമ്മെ നീതിമാന്മാരുടെ ഗണത്തിൽ എഴുതും. ആ നീതിമാന്മാരാണ് പിതാവിന്റെ രാജ്യത്തിൽ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കാൻ പോകുന്നത്. ദാവീദ് എന്താണ് പറഞ്ഞത്? കർത്താവേ, നീ എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ. ആരാണ് ഈ നീതിയുടെ പാത? ഇത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആരാണ് ഉറപ്പുള്ള പാറ? ഇത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആകയാൽ നമുക്കും ഇന്ന് രാത്രി കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ നീതിയുടെ പാതയായ യേശുവിലേക്ക് എന്നെ നടത്തണമേ. അവന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, അവനിൽ ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു, അവന്റെ കൃപയ്ക്കായി ഞാൻ യാചിക്കുന്നു, അവന്റെ കാൽവറി മരണത്തെ ഞാൻ അംഗീകരിക്കുന്നു. കർത്താവേ, ആ നീതി എനിക്കൊരു അംഗിയായി തരണമേ. ആ നീതിയെ ധരിച്ചുകൊണ്ട് ശേഷിപ്പുള്ള കാലം എന്നാലാവോളം നീതി ചെയ്യാം. ഇനി നിങ്ങൾ നീതിമാന്മാരായി തീർന്നാൽ, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിച്ച് നീതി പ്രാപിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്തെന്ന് നമുക്ക് ചുരുക്കമായി ചിന്തിക്കാം. 17-ാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ ഉണരുമ്പോൾ നീതിയിൽ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. വായിച്ചാണ്, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ദൈവത്തിന്റെ മുഖം കാണണമെങ്കിൽ നമ്മൾ നീതി പ്രാപിച്ചവരായിരിക്കണം ദൈവമക്കളെ. അല്ലാതൊന്നും നമുക്ക് ദൈവത്തെ കാണാൻ സാധ്യമല്ല. ഒരു മനുഷ്യന്റെ ആത്മാവ് ഉണർന്ന് തന്റെ സൃഷ്ടാവായ ദൈവത്തിന്റെ രൂപം കാണണമെങ്കിൽ അവൻ നീതി പ്രാപിച്ചവനായിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും ഒരു സെമിനാരിയിൽ പോയി 12 വർഷം പഠിച്ചതുകൊണ്ടോ, ഈ വേദപുസ്തകത്തിലെ ഈ 66 പുസ്തകം നിങ്ങളൊരു 140 പ്രാവശ്യം വായിച്ചതുകൊണ്ടോ, നിങ്ങളൊരു 56 വർഷം പെന്തിക്കോസ്ത് സഭയിലെ വിശ്വാസിയായിരുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വലിയ കൃപയോ വരമോ ഉള്ളതുകൊണ്ടോ ഒന്നും ദൈവത്തെ കാണാൻ കഴിയത്തില്ല. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ രൂപം കാണുമ്പോൾ അവന്റെ ആത്മാവ് തൃപ്തിപ്പെടണമെങ്കിൽ അവൻ നീതി പ്രാപിച്ചവനായിരിക്കണം. ദാവീദ് പറഞ്ഞു, ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് ഞാൻ തൃപ്തനാകും. എങ്ങനെ? നീതിയിൽ. ഒന്നുകൂടെ വായിച്ചാട്ട, ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ നീതിയിൽ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. നമ്മൾ ദൈവത്തെ കാണാറുണ്ടോ? ദൈവത്തെ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ തെങ്കാശിയിൽ നിന്ന് വരുന്ന കലണ്ടറായി. ഇപ്പൊ ഈ പുതുവർഷം കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്. കർത്താവായ യേശുവിന്റെ നല്ല ചിത്രങ്ങളൊക്കെ കാണാറുണ്ട്. അതല്ല സഹോദരങ്ങളെ, നിങ്ങളുടെ ആത്മാവ് ഉണർന്ന് ദൈവത്തെ കാണും. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, കണ്ണുകൾ അടയ്ക്കുമ്പോൾ, നിങ്ങളുടെ പുറമേയുള്ള കണ്ണടയുമ്പോൾ അകമേയുള്ള ആത്മാവ് സൃഷ്ടാവിന്റെ മുഖം ആരാഞ്ഞുകൊണ്ടേയിരിക്കും. ദാവീദ് പറഞ്ഞില്ലേ, നിന്റെ മുഖം അന്വേഷിപ്പാൻ എന്റെ ആത്മാവിനോട് പറയുന്നു. എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട് സൃഷ്ടാവായി ദൈവത്തിന്റെ മുഖം അവൻ കാണണമെങ്കിൽ ആ രൂപം കണ്ടാലുടനെ, യേശുവിന്റെ രൂപം കണ്ടാലുടനെ തൃപ്തനാകും. ഞാൻ ഒരിക്കൽ ആലുവയിലിരിക്കുമ്പോൾ അവിടെ കപ്പലിൽ ജോലിയുള്ള ഒരു സഹോദരനുണ്ട്. അവരപ്പം ഇങ്ങനെ ഓരോ അമേരിക്കൻ കപ്പലാണ്, ലോകത്തിന്റെ വിവിധ ഇങ്ങനെ തുറമുഖങ്ങളിൽ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവനൊരു തുറമുഖത്ത് ഫ്രാൻസിലോ എവിടെയോ ചെല്ലുമ്പോൾ അവന്റെ കയ്യിൽ കിട്ടിയ ഒരു പേപ്പർ കഷ്ണം എന്നോട് പറഞ്ഞു. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇടയ്ക്ക് അവൻ ഇത് നോക്കും. ഒരു ചെറിയ പേപ്പർ കഷ്ണം എന്നെ ഇങ്ങനെ കാണിച്ചു. ഒരു പേപ്പർ, അതിലെന്തോ കുത്തും വരെയൊക്കെ ഉണ്ടായിരുന്നു. എന്നോട് സംഭവം പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, കുറെ നേരം അച്ഛൻ ഇതൊന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് അവൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ ഭിത്തിയിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഭിത്തിയിലേക്ക് നോക്കുമ്പോൾ കർത്താവായ യേശു തലകുനിച്ച് മുൾക്കിരീടം ധരിച്ച് കിടക്കുന്ന ഒരു രൂപം. ഒറ്റ സെക്കൻഡേ ഉള്ളൂ. ഞാൻ ചോദിച്ചത്, എന്താടാ പരിപാടി? അത് ഇംഗ്ലീഷുകാർ ചെയ്തിരിക്കുക. അതിനെതിര് ദിശയിലാണ് ഈ ബ്ലാക്ക് മാർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമ്മളിതേ കുറെ നേരം നോക്കിയിട്ട് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ യേശു ഇങ്ങനെ കിടന്നു. ഞാൻ ചോദിച്ചത്, എന്തിനാണ് സാധാരണ കപ്പൽ ജോലിക്കാർ അവരുടെ ബൈബിളുകളിലും ഡയറികളിലും ഇത് സൂക്ഷിക്കുക വെച്ചാ? ഞാൻ ചോദിച്ചത്, എന്തിന്? രാത്രിയിൽ ഉറങ്ങും മുമ്പ്
ഈ രൂപം ഒന്ന് നോക്കിയിട്ടാണ് ഞാൻ ഉറങ്ങാൻ പോകുന്നത്. കർത്താവേ, ഞാൻ രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങുന്നതിന്റെ പിന്നിൽ 1900 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ശരീരം മുള്ളുകൾ കേൾപ്പിക്കപ്പെട്ടു, നിന്റെ ശിരസിൽ ഒരു മുൾക്കിരീടം വെച്ചു. അതാണ് എന്റെ സമാധാനത്തിന്റെ രഹസ്യം. നമ്മുടെ ആത്മാവ് ഉണരുമ്പോൾ ദൈവത്തിന്റെ മുഖം കാണണമെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് അവന്റെ കൃപയാലും അവനുള്ള വിശ്വാസത്താലും അവന്റെ പരിശുദ്ധ രക്തത്താലും നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന് മാത്രമേ സൃഷ്ടാവിന്റെ രൂപം കണ്ട് തൃപ്തനാകാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ മനസ്സിൽ വരത്തില്ല സഹോദരങ്ങളെ. നമ്മുടെ മനസ്സിൽ ആ രൂപം വരണമെങ്കിൽ നമ്മൾ നീതി പ്രാപിച്ചവരായിരിക്കണം. നിങ്ങൾ കണ്ണടച്ച് ഒരു നിമിഷം ധ്യാനിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ മുഖം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലേ? രക്ഷകന്റെ കാലിലെ മുറിപ്പാടുകൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നില്ലേ? രഹസ്യം യേശുവിനെ നിങ്ങൾ നീതിയായി ധരിച്ചതുകൊണ്ടാണ്. യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നതുകൊണ്ടാണ്. ഏകജാതനായ അവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അളവറ്റ കൃപ നിങ്ങളിലേക്ക് ഒഴിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവമേ, ഞാൻ ഉണരുമ്പോൾ നീതിയിൽ നിന്റെ മുഖം കണ്ട് ഞാൻ തൃപ്തനാകും. രാത്രിയിൽ ആർക്കെങ്കിലും അത് കഴിയുന്നില്ലെങ്കിൽ, ആരെങ്കിലും ഭയത്തിന് അടിമയായിട്ടുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ ആ യേശുവിനെ ഒരു അങ്കി പോലെ ധരിക്കണം. അവന്റെ പരിജ്ഞാനമാണ് നിന്നെ നീതിയിലേക്ക് നടത്തിയത്. നീ അവനിൽ ഉറപ്പോടെ വിശ്വസിക്കണം. അവന്റെ കൃപയിൽ ആശ്രയിക്കണം. അവന്റെ രക്തത്തിന്റെ മറവിൽ നീ വിശ്രമിച്ചു കൊള്ളണം. നിന്റെ ആത്മാവ് ഉണരുമ്പോൾ യേശുവിന്റെ മുഖം കാണും. ഇല്ല, നീ മരിച്ചു മൺമറഞ്ഞു നിരിക്കട്ടെ. നീ മരിച്ച 1000 വർഷം കഴിഞ്ഞാലും മശിഹാ കാഹളധ്വനിയോടെ മടങ്ങി വരുമ്പോൾ നീ ഉയർത്തു വന്ന് നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ ദർശിക്കും. അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. നാം ഉണർന്നു വരുമ്പോൾ കാഹളം ധ്വനിക്കും. നമ്മുടെ ഇടയിൽ നമ്മുടെ പേർ ചൊല്ലി വിളിക്കും. നമ്മൾ മരിച്ച് ഒരു 100 വർഷം കഴിഞ്ഞാലും ലോകത്തിലെ സകല മനുഷ്യരും നമ്മളെ മൺമറഞ്ഞു പോയാലും ഒരു ദിവസം ഇടയൻ കാഹളധ്വനിയോടെ വരും. ഇടയൻ നമ്മളെ പേർ ചൊല്ലി വിളിക്കും. നമ്മുടെ ആത്മാവ് എഴുന്നേറ്റ് വരും. ദൈവത്തെ കാണും. വെളിപ്പാട് യോഹന്നാൻ പറയുന്നില്ലേ, നാം അവനെ താനിരിക്കുന്ന വണ്ണം കാണും. ജീവിച്ചിരിക്കുന്നവർ മാത്രമല്ല, മരിച്ചവരും കാണും. ബൈബിൾ എഴുതിയിരിക്കുന്നു, ഞാൻ ഉണരുമ്പോൾ നീതിയിൽ നിന്റെ മുഖം കണ്ട് തൃപ്തനാകും. ഇതിന് 2 വശമുണ്ട്. ഒന്ന്, നീ ആരാധനയ്ക്ക് വരുമ്പോൾ നിന്റെ ആത്മാവ് ദൈവമുഖം അന്വേഷിക്കുമ്പോൾ ദൈവനീതിയാൽ നീ അവന്റെ മുഖം ദർശിക്കും. 2, നീ മരിച്ചു മൺമറഞ്ഞുപോയി 1000 വർഷം കഴിഞ്ഞാലും മഹിമയുടെ രാജാവായ യേശു വരുമ്പോൾ നീ ഉയർത്ത് ദൈവത്തിന്റെ മുഖം നീ ദർശിക്കും. നീതി നിനക്ക് ചെയ്യുന്ന ഗുണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ നീതിയാലാണ് നീ നിന്റെ രാജാവിനെ ദർശിക്കുന്നത്. 2ാം ഭാഗത്തേക്ക് വരാം. സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതി, നീതിമാന്റെ ശിരസിൽ യഹോവയുടെ അനുഗ്രഹം ഭൂമിയിൽ വന്നുകൊണ്ടിരിക്കും. പെട്ടെന്ന് വായിച്ചാൽ 6:10 നീതിമാന്റെ ശിരസിന്റെ മേൽ അനുഗ്രഹം വരും. നീതിയെ പ്രാപിച്ച ദൈവ പൈതലേ, നിന്റെ അനുഗ്രഹത്തിന്റെ പിന്നിൽ യേശു നിനക്ക് നൽകിയ നീതിയാണ്. നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹം വരും. ചില മനുഷ്യരെ കണ്ടില്ലേ, ദരിദ്രരായ മനുഷ്യരായിരിക്കും. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവനായിരിക്കും. നാട്ടുകാർ ചിന്തിക്കും, പെന്തിക്കോസുകാർ അമേരിക്കയിൽ നിന്ന് കാശ് കൊണ്ട് കൊടുത്താണ്. നല്ല സഹോദരങ്ങളെ, നീതിയെ സ്നേഹിച്ച് കിട്ടുന്നതാണ്. ഞാൻ എന്റെ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് പൂഴിക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ശുശ്രൂഷയില്ല. ആ ആരംഭ നാളുകളിലായി. അപ്പൊ ഒരു ദിവസം ഞാൻ വിസിറ്റിങ്ങിന് പോയി. രാവിലെ വന്നു. ഞാൻ വിസിറ്റിങ്ങിന് പോയപ്പോൾ എന്റെ കയ്യിൽ ഒരു കറുത്ത ബൈബിളൊക്കെ പിടിച്ച് ഞാൻ പോവുകയാണ്. ഒരു കുഞ്ഞു പയ്യൻ എന്റെ പിന്നാലെ കൂടി. അവന് വലിയ പ്രായമൊന്നുമില്ല. അവൻ എന്നെ വിട്ട് ഒരു 20 അടി 25 അടി അകലത്തിൽ ഇങ്ങനെ പുറകെ വരികയാണ്. ഞാൻ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ ഇവന് ഈ വീട്ടുവാതിക്കലിരിക്കും. ചേട്ടാ, ഇതൊരു നിഴല് പോലെ പിശാചിന്റെ പോരാട്ടം പോലെ പുറകെ കൂടിയിരിക്കും. എന്ത് ചെയ്യാൻ? ഞാൻ വൈകുന്നവരെ ചുറ്റിക്കറങ്ങി ഇവനും എന്നോടൊപ്പം ഒരു 15 അടി അകലെ നിൽക്കും. ഞാൻ ഏതെങ്കിലും വീട്ടിൽ കയറിയാൽ വീട്ടുവാതിക്കലിരിക്കും. 2 മണിക്കൂർ കഴിഞ്ഞാൽ ഇവൻ പോകത്തില്ല. അവസാനം ഞാൻ അടുത്ത് എന്തായാലും ഇവനോട് അങ്ങ് സംസാരിക്കാം. എന്താ ഇവന്റെ ഐഡിയ? കുറെ ദൂരം ചെന്നൊരു വയലുള്ള സ്ഥലത്ത് ചെന്നപ്പോ ഞാൻ ചുമ്മാതി ചോദിച്ചേടാ, മോനെ ജോയിയുടെ വീട് അറിയാമോ? അവൻ പറഞ്ഞ, അറിയാം പാസ്റ്റർ പച്ച, ഞാൻ കാണിച്ചു തരാം. ഓടി എന്റെ അടുക്ക വന്നു. കുഞ്ഞു ബാലൻ
ഓടി എന്നിട്ട് അടുക്ക വന്നു. ഞാനവിടെ പോയി വരുന്ന വഴി എന്നോട് ചോദിക്കുകയാണ്, ഫാസ്റ്റപ്പച്ച ഞങ്ങൾ പാവപ്പെട്ടവരാ, ഞങ്ങളുടെ വീട്ടിലൊന്ന് വരാമോ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അതിനാണ് രാവിലെ മുതൽ ഫാസ്റ്റപ്പച്ചന്റെ പുറകെ നടക്കുന്നത്. എന്റെ വീട്ടിലൊന്ന് വരാമോ, ഞങ്ങളൊരു പാവപ്പെട്ടവരാ. അപ്പൊ ഞാൻ അവന്റെ തോളത്ത് കെട്ടി വരാമല്ലോ മോനെ. ഞാൻ അവന്റെ വീട്ടിൽ പോയി. ഒരു കുഞ്ഞു കുടില്, സന്യാസിമാരുടെയൊക്കെ ആശ്രമം പോലെ ഒരു കൊച്ചു കുടില്, ചാണകമൊക്കെ തളിച്ച് നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒന്നും ഇട്ടു തരാനില്ല. അവൻ എവിടെ നിന്ന് ഒരു ചെറിയ തുണി വിരിച്ച് ഞാൻ അതേ കയറിയിരുന്നു തറയും. അവന് ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മയെ കഥവൊന്ന് തുറന്നേന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു. അധികം വൈകുമ്പോൾ അവർ നമ്മുടെ മാർഗത്തിൽ വന്നു. പിന്നെ ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. അടുത്ത കാലത്ത് ഒരു ദിവസം ഞാൻ പോകുമ്പോൾ വാഹനം വെറുതെ നിർത്തി ഈ കുടിൽ അവിടെ ഉണ്ടോന്നൊന്ന് നോക്കി. വാഹനം നിർത്തിയിട്ട് അടുത്തൊരാൾ അവിടെ നിന്നൊരു പശുവിനെ തെറ്റിയ. ഞാനവരോട് ചോദിച്ചു, ഇവിടെ ബാബു എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നല്ലോ, അവന്റെ വീട് എവിടെ, അവര് വിറ്റുപോയോ? അവല്ല പറഞ്ഞു, വാസ്തവ ആ വീടാ. ഞാൻ പറഞ്ഞു, ഈ വീടല്ലെന്നേ, അവിടെ 3 വീട് നിരന്നിരിക്കുകയാണ്, എല്ലാം ഭയങ്കര ബംഗ്ലാവുകളാ. ഞാൻ പറഞ്ഞു, അതല്ല ബാബു, ജോയിയുടെ മോനൊരു ബാബു ഇല്ലേ? അയ്യോ, ഇത് ജോയിയുടെ മൂത്ത മോന്റെ വീടാ, ഇത് രണ്ടാമത്തവന്റെ വീടാ, ഇത് മൂന്നാമത്തവന്റെ വീടാ പാസ്റ്റർ, എവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സംശയിച്ച് അറച്ചു നിന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ ഇറങ്ങി വന്നു. ഞാൻ അമ്പരന്ന് പോയി. തിരുവെഴുത്തിന്റെ വാക്ക് അങ്ങനെയാണ്, നീതിമാന്മാരുടെ ശിരസിൽ അനുഗ്രഹം വരും. നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം വരും. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവവൈതലേ, നിന്റെ ശിരസിന്മേൽ അനുഗ്രഹം വരും. നീ ഇന്ന് അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ നീതിയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ നീതിമാന്റെ ശിരസിൽ അനുഗ്രഹം വരും. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. തിരുവെഴുത്തെല്ലാം വായിക്കാൻ നേരം പോരാ, നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു, നീതിമാൻ വീണേക്കാം, പക്ഷെ അവൻ നിലം പരിചയാകത്തില്ല. കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നീ കൃപയിൽ നിന്ന് വീണുപോയെങ്കിലും നീ നിലം പരിചയാകാതിരുന്നത് നീ ധരിച്ച യേശു എന്ന നീതിയാണ്. നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടുവോ? നീ അവനെ ഉന്നതനാക്കിയത് കൊണ്ടല്ല, ഉയർന്ന നിലയിൽ പഠിപ്പിച്ചത് കൊണ്ടല്ല. ബെർസിലായിയുടെ മക്കൾ ശലോമോന്റെ അരമനയിൽ നിന്ന് കഴിച്ചതുപോലെ നിന്റെ സന്തതി ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടതിന്റെ പിന്നിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. ഇന്ന് രാത്രി ദാവീദിനോടുകൂടെ ചേർന്ന് നമുക്കും പറയാം, കർത്താവേ, തിരുനാമ നിമിത്തം എന്നെ നീതിയുടെ പാതകളിൽ നടത്തണമേ. കണ്ണുകൾ അടച്ചാട്ട് ചില നിമിഷങ്ങൾ മാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ഈ രാത്രി നമുക്കൊന്നായിട്ട് ഏച്ചു പറയാം. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച വിഷയം, കർത്താവേ, ആ ശാശ്വതമായ പാറയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കണമേ. എന്റെ ദാഹം തീർക്കുവാൻ, എനിക്ക് എണ്ണ ലഭിക്കുവാൻ, എനിക്ക് തേൻ ലഭിക്കുവാൻ, എന്റെ ആത്മാവ് വിശ്രമിക്കുവാൻ, പാതാള ഗോപുരങ്ങൾക്ക് ജയിപ്പാൻ കഴിയാത്ത ആ പാറയിലേക്ക് എന്നെ നടത്തണമേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി നമുക്ക് പറയാം, എന്റെ ദൈവമേ, തിരുനാമ നിമിത്തം എന്നെ നീതിയുടെ പാതയിൽ നടത്തണമേ. ഞാൻ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ട് തൃപ്തനാകട്ടെ. ഈ ഭൂമിയിൽ ആത്മീയവും ഭൗമ്യവുമായ സകല നന്മകളും നീതിമാന്മാരുടെ ഗണത്തിൽ എന്നെ പിൻഗമിക്കട്ടെ. ഞാൻ ഏറ്റവും ഹീനനാണെങ്കിലും ഞാൻ നിന്റെ വചനം വിശ്വസിക്കുന്നു. എന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പാതാളത്തോളം താണുപോയെങ്കിലും ഞാൻ വീഴാതെ താഴാതെ നശിച്ചതിന്റെ പിന്നിൽ നിന്റെ ദയയാണ്. നീതിമാൻ വീണു, പക്ഷേ അവൻ നിലം പരിചയാകത്തില്ല. നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയിൽ വിശ്രമിക്കാം. ചില നിമിഷങ്ങൾ മാത്രം കണ്ണുകൾ അടച്ചാട്ട് നീതിയായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ നിന്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാട്ട് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ പിതാവ് ഒരു ദൂതനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉണർത്തട്ടെ. ആത്മാവിന്റെ സാന്നിധ്യത്താൽ നമുക്ക് സന്തോഷിക്കാം. സ്വർഗം കാണിച്ച ആ സ്നേഹത്തിന്റെ ആഴം ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. നമുക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിന്റെ ആ ഒരു ചുരുങ്ങിയ വരികൾ നമുക്ക് പാടാം. എന്താ ചെയ്യാമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താ ചെയ്യാമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അത്
എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതി എഴുതോ. ആയിരം ആയിരം നാവുകളാൽ അത് വർണ്ണിപ്പതി എഴുതോ. 10,000-ത്തിലൊരംശം ചൊല്ലി 10,000-ത്തിലൊരംശം ചൊല്ലിടുവാൻ ആരിലാൽ സാധ്യമോ? ഓ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ